സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ്, ജബ്ബാർ മാഷ്, ഫൗസി ടീച്ചർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ സാജു പി ജെ, എല്ലാവരോടും കുറച്ച് വൈകി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആദ്യം ഏൽപ്പിച്ച പണി ഞാനങ്ങ് പറഞ്ഞു തീർത്തിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ ദീപ്തം എന്നൊരു സെമിനാർ ഡിസംബർ 28 എറണാകുളത്ത് വെച്ച് നടത്തുന്നുണ്ട്. ദീപ്തം എന്ന് പറഞ്ഞാൽ സയൻസാൽ ദീപ്തമീ ലോകം എന്ന സഹോദരനയ്യപ്പൻ്റെ വാക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ദീപ്തം എന്നുള്ള പേര് എഴുതിയിട്ടുള്ളത്. സയൻസ് ആൻഡ് സൊസൈറ്റി, സയൻറ്റിഫിക് ടെമ്പർ, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഉദ്ദേശിച്ച് നമ്മളൊരു പ്രധാനമായിട്ട് അതൊക്കെ ഊന്നിക്കൊണ്ടാണ് ആ പരിപാടി. അപ്പോൾ കഴിയുന്നവർ പങ്കെടുക്കാം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. യുക്തിവാദികളുടെ ലക്ഷ്യം എന്നൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് ആദ്യം പറയട്ടെ. മിക്കവാറും 100%, വിശേഷിച്ചും ആദ്യത്തെ 40 മിനിറ്റിൽ, ഞാൻ ഒരു മണിക്കൂറാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഒരു ആദ്യത്തെ 40 മിനിറ്റ് പറയുന്നത് പൂർണ്ണമായും മുമ്പ് 10-14 വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ദീർഘകാല സുഹൃത്ത് ഞാനിതാ ഇന്ന വിഷയങ്ങളാണ് പറയാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ, പണ്ട് വരുന്നവർ തന്നെയാണ് വരുന്നതെങ്കിൽ അവരെഴുന്നേറ്റ് ഓടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പണ്ടേ പറഞ്ഞ വിഷയം അത് തന്നെ വീണ്ടും ആവർത്തിക്കാം. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തീർത്തും അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഭക്ഷണമൊക്കെ റെഡിയാവും, അതിൻ്റെ ഇടയിൽ പോയി കഴിക്കുക, അങ്ങനെയുള്ള സൗകര്യങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ശരി, വാസ്തവത്തിൽ ഇതൊരു വളരെ ദീർഘമായ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ആദ്യ അധ്യായം എന്ന നിലയിലാണ് ഞാൻ ഇന്നത് സംസാരിക്കുന്നത്. അതായത് 2025 സെപ്റ്റംബർ 14, ഒരു 6 ആഴ്ച മുമ്പേ നാസ്തിക് നേഷൻ എന്ന യുക്തിവാദികളുടെ ഗ്രൂപ്പ് എറണാകുളത്ത് ഫ്രീ തിങ്കേഴ്സ് ഫെസ്റ്റിവൽ 2025 എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംഘാടകരിലും പ്രസംഗകരിലും ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ നാഗേഷിനെ ക്ഷണിച്ചതുമാണ്. പക്ഷേ വ്യക്തിപരമായ ചില അസൗകര്യങ്ങളാണ്, എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അന്നത്തെ സമ്മേളനത്തിൽ പ്രതീഷ് വാമദേവൻ എന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എൻ്റെ സുഹൃത്ത് തന്നെയാണ്, അദ്ദേഹം സംസാരിച്ച ഒരു 45 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വളരെ ദീർഘമായ പ്രതികരണം അത്യാവശ്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിത് ഇതിനു വേണ്ടി മെനക്കെടുന്നത്. അപ്പോൾ പ്രതീഷിൻ്റെ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ ഡോക്കിൻസിൻ്റെ ബാധ എന്നായിരുന്നു. കേരളത്തിലെ യുക്തിവാദി സ്വതന്ത്ര ചിന്താ മണ്ഡലത്തെ വിമർശിച്ചുകൊണ്ടാണ് ആ പ്രസംഗം. കേരള യുക്തിവാദി മണ്ഡലത്തെ ഒരു ഡോക്കിൻസ് ബാധ പിടികൂടിയിരിക്കുന്നു. അപ്പോൾ അത് പറയുന്ന ചുരുക്കത്തിന് ഞാൻ ഒരു 4 വാചകങ്ങളിൽ പറയാം. ഈ ഡോക്കിൻസ് ഉന്നയിച്ചിട്ടുള്ള മീം എന്ന ആശയം, അതുപോലെ തന്നെ മതം ഒരു മൈൻഡ് വൈറസാണെന്നുള്ള ആശയം, ഇതാണ് സാമൂഹ്യ മാറ്റം സംബന്ധിച്ച് കേരളത്തിലെ യുക്തിവാദികളെ ഒരു വിശ്വാസ പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളത്. അത് കാരണമാണ് ഈ മതപ്രമാണങ്ങളെ ആധുനിക നിലപാടുകളുമായി തട്ടിച്ചു നോക്കി വിമർശിക്കുക, അപലപിക്കുക എന്ന തരത്തിലുള്ളൊരു മതവിമർശനം യുക്തിവാദികൾ ഉന്നയിക്കുന്നത്. ഇതൊരു തരത്തിൽ റേസിസമാണ്. മാത്രമല്ല, ആ തരത്തിലുള്ള വിമർശനങ്ങൾ നിഷ്പ്രയോജനമാണ്. സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് യുക്തിവാദി പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്, മെറ്റീരിയൽ കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് എന്നൊക്കെയാണ് ഈ പ്രസംഗത്തിൽ എൻ്റെ സുഹൃത്ത് പ്രതീഷ് വാമദേവൻ പറഞ്ഞത്. ഇതിലിപ്പോൾ കുറച്ച് ഭാഗമേ എനിക്കിന്ന് അഡ്രസ്സ് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. ഡോക്കിൻസ് ബാധ എന്ന് പറയുന്നത് എന്തായിരുന്നാലും അതായത് വിമർശനരഹിതമായി ഡോക്കിൻസ് പറയുന്ന സകല കാര്യങ്ങളെയും വിശ്വസിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വതന്ത്ര ഇന്ത്യയായിട്ട് യോജിച്ചു പോകുന്നൊരു കാര്യമല്ല. സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്നുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ അടിസ്ഥാനമായിട്ടുള്ള നിലപാട്. പ്രത്യേകിച്ചും ഡോക്കിൻസ് സ്വതന്ത്ര ഇന്ത്യർക്കിടയിൽ കുറേ സ്വാധീനമുള്ളൊരു വ്യക്തി എന്ന നിലയിലും വളരെ പ്രതിലോമകരമായ പല ആശയങ്ങളും റിച്ചാർഡ് ഡോക്കിൻസ് സമീപകാലത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും അദ്ദേഹം വിമർശിക്കപ്പെടേണ്ടതുണ്ട്, നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു തർക്കമില്ല. പക്ഷേ ഡോക്കിൻസിനെ വിമർശിച്ചുകൊണ്ട് ഇത് ആദ്യത്തെ പ്രസംഗമല്ല. ഡോക്കിൻസിനെ വിമർശിച്ചുകൊണ്ട് യുക്തിവാദി സമ്മേളനങ്ങളിലെ പ്രസംഗങ്ങൾ ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ പങ്കെടുത്തിട്ടില്ല. ഒരു ആശിഷ്ട സമ്പാട്ട്, കണ്ണൻ കീച്ചേരിൽ, ഇവരൊക്കെ തന്നെ നേരത്തെ തന്നെ യുക്തിവാദി സമ്മേളനങ്ങളിൽ ഡോക്കിൻസിൻ്റെ ആശയങ്ങളെയും നിലപാടുകളെയും വിമർശിച്ചിട്ടുണ്ട്. ഇത് കണ്ണൻ്റെ പ്രസംഗത്തിൽ ഡോക്കിൻസിനെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഈ കാണിക്കണം താല്പര്യമുണ്ട്. ഈ ഇതെടുത്തിട്ട് നമ്മൾ യുക്തിവാദികൾക്ക് പ്രസക്തമായിട്ടുള്ള ഒരു ഉദാഹരണം ആണ് നമ്മൾ 2ാമത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് എന്തുകൊണ്ട് ഒരു മോശം ശാസ്ത്ര പ്രചാരകനാകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു മോശം സോഴ്സ് ആകുന്നു എന്നുള്ളതിന് 2ാം ഭാഗത്ത്
ഒരു യുക്തിവാദികൾക്ക് പ്രസക്തമായിട്ടൊരു ഉദാഹരണമായിട്ട് ചർച്ച ചെയ്യുന്നു. യുക്തിവാദികളുടെ ഒരു വിശുദ്ധ പശുക്കളിൽ ഒരാളാണ് റിച്ചർഡ് ഡോക്കിൻസ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അവതരണങ്ങളിൽ ഞാൻ പലവട്ടം ഉദ്ധരിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് റിച്ചർഡ് ഡോക്കിൻസ്. അതുപോലെ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങൾ ഡോക്കിൻസിൻ്റെ വായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം എന്നുള്ള എൻ്റെ ഒരു മുൻ അവതരണമുണ്ട്. ആ അവതരണത്തെ പ്രചോദിപ്പിച്ചത് തന്നെ ഡോക്കിൻസിൻ്റെ അൺറീഡിങ് ദ റെയിൻബോ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതായത് അത്രയ്ക്കും ഡോക്കിൻസുമായിട്ട് എൻ്റെ ഒരു വായനയും ഇതൊക്കെ ഇടപഴകി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഡോക്കിൻസിനെ വിമർശിക്കുന്ന വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല, പറയേണ്ട ആവശ്യകത കൊണ്ടാണ്. കാരണം നമ്മുടെ ഒരു ഭാഗത്ത് ഡോക്കിൻസിനെ ഈ വ്യക്തമായിട്ട് വിമർശിച്ച് കണ്ടിട്ടില്ല എന്ന് ഞാനൊരിക്കൽ ഫേസ്ബുക്കിൽ അതേക്കുറിച്ച് എഴുതിയിട്ടോ. ഒരുപാട് ആളുകൾ പറഞ്ഞു ഈ വ്യക്തമായിട്ട് ഈ വിമർശനം നമ്മുടെ മലയാള സ്ഫിയറിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ വാർണിംഗ് ആണ്. ട്രാൻസ്വിരുദ്ധ പറയുന്നുണ്ട്, സ്ത്രീജനേന്ദ്രിയ ഛേദനത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നുണ്ട്, ലിംഗാധിഷ്ഠിത ആക്രമണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മാത്രം ഈ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്കിൻസിന്റെ വലിയ പരിമിതികളായിട്ട് 4 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഡോക്കിൻസ് പ്രസിദ്ധമായിട്ടുള്ള സെൽഫിഷ് എന്ന് പറയുന്ന ഡോക്കിൻസിന്റെ തിയറി. 2, ഡോക്കിൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള സ്ത്രീവിരുദ്ധം. 3, ഡോക്കിൻസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുണ്ടായിട്ട് ട്രാൻസ്വിരുദ്ധതാണ്. 4, ഈ അടുത്ത കാലത്ത് കുറച്ച് ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഡോക്കിൻസ് താനൊരു കൾച്ചറൽ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയി. ഡോക്കിൻസിന്റെ സാംസ്കാരിക ക്രിസ്ത്യാനി എന്നുള്ള സർക്കാർ. അപ്പോൾ നമ്മൾ ആദ്യം സെൽഫിഷ് ജീൻ എന്നുള്ളതിന് എന്താണ് പ്രശ്നം എന്നുള്ളത് പറയാം. ഡോക്കിൻസ് ജീൻ കേന്ദ്രീകൃതമായിട്ടുള്ള പരിണാമ വീക്ഷണമാണ് അവതരിപ്പിച്ചത്. അതായത് ജീനുകളാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്, അതായത് ശരീരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള അവസ്ഥയിലാണ് ഡോക്കിൻസിന്റെ സിദ്ധാന്തങ്ങൾ. ആ സെൽഫിഷ് ജീൻ തിയറി എന്ന് പറയുന്നത്, ഈ സെൽഫിഷ് ജീൻ ആക്ച്വലി എൻ്റെ വീട്ടിലിരിക്കുന്ന ഞാൻ വായിച്ച കോപ്പിയാണ് കേട്ടോ. ഇത് ഈ സെൽഫിഷ് ജീൻ തിയറി എന്ന് പറയുന്നത് പല ഗവേഷണ പ്രബന്ധങ്ങളിലും തെറ്റാണ് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഡെന്നിസ് നോബിളിന്റെയും റേമണ്ട് നോബിളിന്റെയും ഒരു പേപ്പറിന്റെ ടൈറ്റിലാണ് ഒറിജിൻ ആൻഡ് ഡിവൈസ് ഓഫ് സെൽഫിഷ് ജീൻ തിയറി. അപ്പോൾ ഇതിപ്പോൾ 2024 മെയ് മാസത്തിൽ സംസാരിച്ച ഒരു വീഡിയോ ആണ്. ഞാനും കൂടെ പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മേളനത്തിൽ സംസാരിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്കിൻസിന്റെ നിലപാടുകൾ വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് ഓൾറെഡി യുക്തിവാദി വേദികളിൽ പറയപ്പെടുകയും കൃത്യമായി വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, ഡോക്കിൻസിന് എന്തുകൊണ്ട് ഒരു റിലയബിൾ സോഴ്സായി യുക്തിവാദികൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് കണ്ണൻ ഇവിടെ പറഞ്ഞത്. ഈ വിധത്തിൽ നമ്മൾ വിമർശിച്ചും തള്ളേണ്ടതിന് തള്ളിയും തന്നെയാണ് യുക്തിവാദികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതും. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഡോക്കിൻസിന്റെ ബാധ എന്ന തലക്കെട്ടിലെ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പ്രതീക്ഷ ചെയ്ത പ്രസംഗം ഈ തരത്തിലുള്ള ഒരു വിമർശനമല്ല എന്ന ഈ ഒരു പ്രവർത്തന വഴിയെ തന്നെ അപ്പാടെ തള്ളിക്കളഞ്ഞൊരു രീതിയാണ് നമ്മൾ ആ പ്രസംഗത്തിൽ പ്രതീക്ഷ വാമദേവന്റെ പ്രസംഗം വരുന്നത്. ഇപ്പോൾ ഇവിടെ ആശിഷും പിന്നെ കണ്ണനുമൊക്കെ ഈ യുക്തിവാദം എന്ന കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെന്തൊരു വൃത്തികേടാണ് എന്ന് പറഞ്ഞിട്ട് ആ കുളിത്തൊട്ടിയും വെള്ളവും അതിൽ കിടക്കുന്ന കുട്ടിയെയും കൂടി ഒന്നിച്ചെടുത്ത് കാട്ടിലെറിയാനാണ് പ്രതീക്ഷയോട് തുനിയുന്നത്. യുക്തിവാദത്തെ മൊത്തത്തിൽ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനോട് പ്രതികരിക്കാനും ആ നിലപാടിനെ എതിർക്കാനുമുള്ള സ്വാതന്ത്ര്യം ഞാനടക്കമുള്ള യുക്തിവാദികൾക്കുമുണ്ട്. സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ പോയാൽ അത് ബാധ്യതയായിട്ട് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വർഷം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം അതിനെ 100ാം വാർഷികം അടയാളപ്പെടുത്തുകയാണ്. 1925 ആലുവ അദ്വൈതാശ്രമത്തിൽ സഹോദരൻ അയ്യപ്പൻ, MC ജോസഫ്, വെറ്റിപ്പുഴ കൃഷ്ണപിള്ള, രാമവർമ്മ തമ്പാൻ, PP ആന്റണി ഇവർ ഒത്തുചേർന്നിട്ട് യുക്തിവാദി സഭ രൂപീകരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ശതാബ്ദി എന്ന് പറയുന്നത്. അടുത്ത ഞായറാഴ്ച കൊല്ലത്ത് സീനിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ശതാബ്ദി സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 5 ആളുകളിൽ ആദ്യം പറഞ്ഞ 3 പേരുടെ ഫോട്ടോ നമുക്ക് ഈ ഫാൻവാസിൻ്റെ പോസ്റ്ററിൽ തന്നെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതേ ചിന്താധാരയാണ് നമ്മൾ ഈ ഇരിക്കുന്ന സമ്മേളനവും പ്രതിനിധീകരിക്കുന്നുള്ളതാണ്. അതായത് അന്നും ഇന്നും അടിസ്ഥാനപരമായിട്ട് യുക്തിവാദത്തിൻ്റെ നിലപാടുകളും ലക്ഷ്യങ്ങളും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ 100 വർഷമായിട്ട് നിലവിലുള്ള യുക്തിവാദം എന്ന ഈ പ്രവർത്തന വഴിയെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടുകൂടി, ഉത്തമ ബോധ്യത്തോടുകൂടി തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ് കേരളത്തിലെ യുക്തിവാദികളെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അടിസ്ഥാനരഹിതം ഭാവനാസൃഷ്ടം എന്നൊക്കെ പറയാവുന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുക്തിവാദത്തിൻ്റെ പ്രസക്തിയെ തന്നെ തള്ളിക്കളയുന്ന ഈ റിഡക്റ്റീവ് ടീമിൻ്റെ സമീപനത്തെ വിമർശിക്കാതിരിക്കാൻ ഒരു യുക്തിവാദിക്ക് കഴിയില്ല. ഇവിടെ ഒരു ചോദ്യം വരാം, ഈ വീഡിയോ കേൾക്കുമ്പോഴേക്ക് കേൾക്കാം, എല്ലാ യുക്തിവാദികളെ കുറിച്ചല്ല പറയുന്നത് എന്ന് ഈശ്വരിക്ക് പറയുന്നുണ്ട്. അപ്പോൾ യുക്തിവാദത്തെ അമ്പേ തള്ളിക്കളി എന്ന് പറയാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം വരാം. പക്ഷേ ആ പറയുന്ന ഡിസ്ക്ലൈമറിന് യാതൊരു വാലിഡിറ്റിയും ഇല്ലാത്ത, നിലനിൽപ്പും ഇല്ലാത്ത വിധത്തിൽ യുക്തിവാദത്തിൻ്റെ പ്രസക്തിയെ പലവട്ടം ഈ പ്രസംഗം പല ദിക്കിൽ തള്ളിക്കളയുന്നുണ്ട്.
ആ കാര്യം മറ്റൊരു ദിവസം ഈ പ്രസംഗത്തിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. മുഖവുര ഇപ്പോൾ തന്നെ കുറേ നീണ്ടു, എങ്കിലും ഒരു കാര്യം കൂടി പറയാതെ പറ്റില്ല. അത് പ്രതീഷിൻ്റെയോ ഈ റിഡക്റ്റർ ചാനലിലെ മറ്റു സുഹൃത്തുക്കളുടെയോ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നതാണ്. വളരെ സൗഹാർദ്ദപൂർണ്ണവും പ്രതീക്ഷാനിർഭരവുമായ ഒരു ഇൻ്റർവ്യൂ, ഒരു ഓൺലൈൻ സംഭാഷണം ഞാനും പ്രതീഷും മാനിയും ചേർന്ന് നടത്തിയത് ഇപ്പോഴും യൂട്യൂബിൽ കാണാം. 2021 നവംബറിലാണ് ആ വീഡിയോ വന്നത്. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ പക്ഷേ അവരുടെ നിലപാടുകളും സമീപനങ്ങളും വളരെ മാറിയിട്ടുണ്ട്. അവരിപ്പോൾ പറയുന്നത് അവരിപ്പോൾ ശരിയാണെന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. എനിക്കതിനോട് വളരെ യോജിപ്പും എതിർപ്പൊക്കെ ഉണ്ട്. എൻ്റെ നിലപാടുകളോടും എൻ്റെ പ്രവർത്തനങ്ങളോടും അവർക്കും അതുപോലെ എതിർപ്പും വിമർശനമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും സ്വാർത്ഥമായ ഉദ്ദേശങ്ങളോടോ ഗൂഢപദ്ധതികളോ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവർ യുക്തിവാദത്തെ ആക്രമിക്കുന്നത് എന്നൊരു ആരോപണം എനിക്കില്ല. അവർക്ക് വിയോജിപ്പുള്ള ആശയങ്ങളെ രൂക്ഷമായും പരിഹാസത്തോടെയും ഒക്കെ ആക്രമിക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും ഈ ആക്രമണത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും പിന്നിൽ സ്വാർത്ഥ ലാഭങ്ങളോ വ്യക്തി ഉദ്ദേശങ്ങളോ ഒന്നും അവർക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ ഇപ്പോഴത്തെ ബോധ്യങ്ങളാണ് അവർ പറയുന്നത്. മുഖവുര ഇനി നീട്ടുന്നില്ല. ഒരു 45 മിനിറ്റ് 23 സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രഭാഷണത്തിലെ ആദ്യ ഭാഗത്തു നിന്നുള്ള ഒരു 10 മിനിറ്റ് താഴെ 9 മിനിറ്റ് 53 സെക്കൻഡ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നിവിടെ അഡ്രസ് ചെയ്യാൻ വിചാരിക്കുന്നത്. പ്രതീഷിൻ്റെ വീഡിയോവിൻ്റെ ഒരു ക്ലിപ്പ്, അതിനോടുള്ള എൻ്റെ പ്രതികരണം, വീണ്ടും വീഡിയോവിൻ്റെ ഒരു ക്ലിപ്പ്, ഇങ്ങനെ 4 കഷ്ണമുള്ള ഒരു കുറ്റി പുട്ടിൻ്റെ മാതൃകയിലാണ് ഇന്നത്തെ പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ചിത്രത്തിൽ പുട്ടിൻ്റെ കഷ്ണങ്ങൾ ഏറെക്കുറെ ഒരേ വലുപ്പത്തിലാണ്, പക്ഷേ പ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരേ വലുപ്പമല്ല. വീഡിയോയിലേക്ക് പോവാം. എന്താണ് യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും ലക്ഷ്യം? നിങ്ങൾ ഒരു 100 യുക്തിവാദികളോ സ്വതന്ത്ര ചിന്തകരോ നാസ്തികരോ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോമൺ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. ചിലർ പറയും എനിക്ക് മതങ്ങളില്ലാത്തൊരു സമൂഹം വേണമെന്ന്. ചിലർ പറയും എനിക്ക് ഹോമിയോപ്പതി, ആയുർവേദ ഇങ്ങനെയുള്ള സ്യൂഡോ സയൻസ് ഇല്ലാത്ത ഒരു സമൂഹം വേണമെന്ന്. ചിലർ പറയും നമുക്ക് സാമൂഹിക നീതി വേണം, ജെൻഡർ ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഒരു ജാതീയത ഇല്ലാത്ത സമൂഹം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെ പല പല തരത്തിലുള്ളൊരു സമൂഹമാണ് ഏതൊരു യുക്തിവാദിയോ അല്ലെങ്കിൽ സ്വതന്ത്രരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം മാറേണ്ടതുണ്ടെന്നാണ്. ഇവിടെ എന്താണ് യുക്തിവാദികളുടെയും സ്വതന്ത്ര ഇന്ത്യയും ലക്ഷ്യമെന്ന് 100 യുക്തിവാദികളോട് ചോദിച്ചാൽ പല വ്യത്യസ്തങ്ങളിൽ ഉത്തരങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ യുക്തിവാദികളെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100 യുക്തിവാദികളോട് അവരുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ വ്യത്യസ്തമായ ഉത്തരം വരുമെന്ന് പറയുമ്പോൾ ഈ വിവിധങ്ങളായ ലക്ഷ്യങ്ങളെ പരസ്പരം ഏകോപിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന, എല്ലാത്തിനെയും കോർത്തിണക്കുന്ന ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരൊറ്റ യുക്തിവാദിയും കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ നിർദ്ദേശം വരുന്നത്, അതിൻ്റെ ഒരു ഉദ്ദേശം വരുന്നതല്ലോ. അതുപോലെ ഈ ഓരോ യുക്തിവാദിയും പ്രവർത്തിക്കുമ്പോൾ അവർ പ്രധാനമെന്ന് കരുതുന്ന ഓരോ പ്രൊജക്റ്റും ആത്യന്തികമായി ഈ മിഷൻ സ്റ്റേറ്റ്മെന്റുമായി ഇഴചേരുന്നത് എങ്ങനെ എന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും അതനുസരിച്ച് ഓരോ ഇമ്മീഡിയറ്റ് പ്രൊജക്ടിന്റെയും ഉള്ളടക്കത്തെ രൂപപ്പെടുത്താനുമുള്ള ബൗദ്ധിക ശേഷി ഇല്ലാത്തവരാണ് കേരളത്തിലെ യുക്തിവാദികൾ എന്നാണ് ഇവിടെ പറയുന്നത്. 100 പേർക്കും വ്യത്യസ്ത ഉത്തരങ്ങളാണെന്ന് പറയുമ്പോൾ ഞങ്ങളെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഏതായാലും ഒരു 101ാമത്തെ യുക്തിവാദി എന്ന നിലയിൽ എന്താണ് യുക്തിവാദത്തിന്റെ ചരിത്രപരവും ദാർശനികമായിട്ടുള്ള പശ്ചാത്തലം? ഏതൊരു സാമൂഹ്യ ധർമ്മമാണ് ഈ യുക്തിവാദം നിർവഹിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് യുക്തിവാദികളുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ലക്ഷ്യം? ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. അത് ഒരിക്കലും കൂടി പറയാം. 14 വർഷമായിട്ട് പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷെ പ്രതീക്ഷ കേട്ടിട്ടില്ല അല്ലെങ്കിൽ പരിഗണിച്ചിട്ടില്ല. ഒരു വട്ടം കൂടി പറയാം. ഇങ്ങനെ ഒരു ഗ്രൗണ്ട് വർക്ക് ഇല്ലാതെ ഈ പ്രസംഗത്തിൻ്റെ നമ്മളിപ്പോൾ പിന്തുടരാൻ പോകുന്ന വലിയ ലോങ് ആയിട്ടുള്ള പ്രസംഗത്തിൻ്റെ ബാക്കി 44 മിനിറ്റ് ഭാഗത്ത് നമുക്ക് സമീപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ഒരു 1000 സ്ഥലങ്ങളിൽ നിന്ന് ആഖ്യാനം നമുക്ക് തുടങ്ങാൻ പറ്റും. ഞാൻ വിചാരിക്കുന്നത് ഒരു 100 വർഷം മുമ്പ് കേരളത്തിലെ ആദ്യ യുക്തിവാദി കൂട്ടായ്മ രൂപമെടുത്തിട്ടുള്ള ആലുവ അദ്വൈതാശ്രമം എന്ന ആ പോയിന്റിൽ വെച്ചിട്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആലുവ ആശ്രമം എന്നുള്ളത് ഒരു സന്യാസിയുടെ ആശ്രമമാണ്. 1913-14 കാലത്ത് അനുയായികൾ സംഭാവന ചെയ്ത പണം കൊണ്ട് പെരിയാറിൻ്റെ തീരത്ത് ഒരു 7 ഏക്കർ സ്ഥലം വാങ്ങി ഒരു പർണശാല കെട്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ആശ്രമമാണ്. സന്യാസികൾ ആശ്രമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്ര അപൂർവമായ കാര്യമല്ല, വളരെ സാധാരണമായി നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ സന്യാസി ഒരു പരമ്പരാഗത സന്യാസിയല്ല, ബ്രിട്ടീഷുകാർ സന്യാസം നൽകിയ ഒരു സന്യാസിയാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടാണ്, നാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഉപാഖ്യാനം ഞാൻ ഒന്നുകൂടി വായിക്കാം. 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് സ്വാമികളും ഒരു ശിഷ്യനുമായി ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായി.
ഇംഗ്ലീഷുകാർ ജയിക്കാൻ നാമെല്ലാം പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണവർ. സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായം നൽകുകയാണ് പതിവ്. തൃപ്പാദങ്ങൾ കൽപ്പിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ശ്രീരാമന്റെ കാലത്തുകൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലയോ? അപ്പൊ എന്തുകൊണ്ടാണ് നാരായണ ഗുരു ചെമ്പഴന്തിയിലെ ഒരു ഗ്രാമത്തിൽ, ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വെച്ച് ഒരു സാധാരണ ഒരു ചെറിയ കുടിലിൽ ജനിച്ചിട്ടുള്ള നാണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു നാരായണ ഗുരു എന്നൊരു സന്യാസിയാവാനും 7 ഏക്കർ സ്ഥലം വാങ്ങാനും ആശ്രമം പണിയാനൊക്കെ സാധിച്ചെന്തുകൊണ്ടാണ്? അത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരാണ്. ജനനം എന്ന യാദൃച്ഛികത കൊണ്ട് മാത്രം ഒരാളും ശ്രേഷ്ഠനോ അധമനോ ആകുന്നില്ല എന്നതൊക്കെ ഒരു സമൂഹത്തിൻ്റെ പൊതുധാരണകളായി രൂപപ്പെടുകയും ആ സമൂഹത്തിൻ്റെ ഭരണവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ അതിന് അനുഗുണമായി മാറിത്തീരുകയും ചെയ്ത ഒരു സമൂഹത്തിൻ്റെ, അതായത് ജനാധിപത്യം, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, മതവും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവ്, സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ചർച്ച്, ഇതൊക്കെ ഏറെക്കുറെ നിലവിൽ വന്ന ഒരു പടിഞ്ഞാറ് യൂറോപ്പിലെ ഒരു രാജ്യത്തിൻ്റെ, ബ്രിട്ടന്റെ അധീനതയിൽ ഇന്ത്യ വന്നു എന്നതുകൊണ്ടാണ് നാണുവിന് നാരായണ ഗുരുവാൻ പറ്റിയതും അവിടെ ആശ്രമം സ്ഥാപിക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ തിരുവിതാംകൂർ എന്ന ധർമ്മരാജ്യത്തിൽ സ്വയം സന്യാസി എന്ന് വിളിക്കുന്ന ഒരു അധകൃതന് ശംഭൂകന്റെ ഗതി വരുമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതാണ് നാരായണ ഗുരുവോട് പറഞ്ഞത്, നമുക്ക് സന്യാസം തന്ന ഗുരുക്കന്മാരാണ് ബ്രിട്ടീഷുകാരെന്ന്. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ അടക്കമുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആധുനികത എന്ന് വിളിക്കാവുന്ന ഈ സാമൂഹ്യ അവസ്ഥ ഉണ്ടായത്? മോഡേണിറ്റി എന്ന് പറയാവുന്നത് സ്ഥാപനങ്ങൾ, സംഘടനകൾ, സാമൂഹ്യ ആഖ്യാനങ്ങൾ, സാമൂഹ്യ മര്യാദകൾ, ഇങ്ങനെ ഈ സമൂഹത്തിൻ്റെ 4 തൂണുകളും ഇതൊക്കെ ആധുനീകരിക്കപ്പെടുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി? അത് ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് അല്ലെങ്കിൽ ഏജ് ഓഫ് റീസൺ എന്നറിയപ്പെട്ടിട്ടുള്ള പ്രധാനമായും 18-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ചിന്താപരമായ വിപ്ലവത്തിൻ്റെ അനന്തരഫലമാണ്. ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് എന്നതിൻ്റെ ഒരു സാമാന്യ വിശദീകരണം ഞാൻ പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒക്കെ മൊബൈൽ ഫോണിൽ ജ്ഞാനോദയ കാലം എന്ന വിക്കിപീഡിയ പേജ് എടുത്താൽ അത് കാണാം. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ വായിക്കാം. ഏകദേശം 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പാരമ്പര്യ വിശ്വാസങ്ങളെ അവഗണിച്ച് യുക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റം യൂറോപ്പിൽ രൂപപ്പെട്ട കാലമാണ് ജ്ഞാനോദയകാലം, ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ്. സമൂഹത്തെ യുക്തി ഉപയോഗിച്ച് പരിഷ്കരിക്കുക, മതവിശ്വാസത്തിലും പാരമ്പര്യത്തിലും മാത്രം അധിഷ്ഠിതമായ ആശയങ്ങളെ ചോദ്യം ചെയ്യുക, ശാസ്ത്ര രീതിയിലൂടെ വൈജ്ഞാനിക മുന്നേറ്റം നടത്തുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. ഈ കാലത്തെ യുക്തിചിന്തയുടെ കാലം എന്നും വിളിക്കുന്നു. അതുവരെ ചോദ്യം ചെയ്യപ്പെടാത്ത അന്ധവിശ്വാസങ്ങളും അസഹിഷ്ണുതയും ഈ കാലത്ത് എതിർക്കപ്പെട്ടു. കത്തോലിക്ക സഭയായിരുന്നു ഒരു പ്രമുഖ ഇര. ഇതാണ് ഒരു പൊതുവെ പറയാവുന്നൊരു കാര്യം. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ജ്ഞാനോദയം എന്നത് യൂറോപ്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയത്? നമ്മൾ ട്രാക്കാൻ ശ്രമിക്കുന്ന അതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു നാരായണ ഗുരു ഉണ്ടാവാൻ പറ്റിയ തരത്തിൽ, ഒരു യുക്തിവാദി സംഘം ഉണ്ടാവാൻ പറ്റിയ തരത്തിൽ ഈ സമൂഹം മാറാൻ കാരണം അത് ബ്രിട്ടൻ്റെ അടിയന്തരം വന്നുകൊണ്ടാണ് നാരായണ ഗുരുവിൻ്റെ കൂട്ടുകൊണ്ട് ഞാൻ പറയുന്നത്. അവിടെ ഈ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നാണ്. ഞാനൊരു പടിഞ്ഞാറോട്ട് നോക്കിയാണ്, അതിലൊരു അഭിമാനക്ഷതമില്ല. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് യൂറോപ്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയതെന്ന് വിശദീകരിക്കാൻ മീരാനന്ദയുടെ ബ്രേക്കിംഗ് ദ സ്പെൽ ഓഫ് ധർമ്മ, എ കേസ് ഫോർ ഇന്ത്യൻ എൻലൈറ്റ്മെന്റ് എന്ന ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാം. ഉദ്ധരണികളെ ഞാൻ പൂർണ്ണമായി വായിക്കാൻ ശ്രമിക്കുന്നില്ല, ഒരു ഏകദേശ തർജ്ജമ മാത്രം പറഞ്ഞു പോവാം. യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് ഉദ്ദേശം ചിന്താരീതിയെ മാറ്റുക, ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ മോഡ് ഓഫ് തിങ്കിങ് എന്നായിരുന്നു. ദൈവമോ പാരമ്പര്യ ശാസനങ്ങളോ കൽപ്പിച്ചു തന്ന വിശ്വാസ പ്രമാണങ്ങളെ ആധാരമാക്കിയുള്ള മനനവും ഊഹവും കൊണ്ടല്ല, മറിച്ച് വസ്തുനിഷ്ഠ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ നിഗമനങ്ങൾ വഴി മാത്രമേ പ്രകൃതിയുടെ ഘടനയും പ്രവർത്തനവും സംബന്ധിച്ച് സാധുവായ അറിവ് നേടാൻ കഴിയൂ. താത്വികമായ അവലോകനാണ് എന്ന തിരിച്ചറിവാണ് ഈ മാറിയ ചിന്താരീതി, ചേഞ്ച് ഇൻ ദ മോഡ് ഓഫ് തിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്ക് എന്നതല്ല, പ്രതിഭാസങ്ങളിൽ നിന്ന് പ്രമാണങ്ങളിലേക്ക്. സയൻസിൻ്റെ വഴിയാണ് താൽക്കാലികമായ പ്രമാണങ്ങളിലേക്ക്, തെറ്റെങ്കിൽ തെറ്റും തെളിയിക്കാനാവുന്ന പ്രമാണങ്ങളിലേക്ക്. ഇതാണ് ജ്ഞാനോദയത്തിൻ്റെ, സയൻസിൻ്റെ അറിവ് വഴി. 1929 യുക്തിവാദി മാസികയുടെ ആദ്യ മുഖപ്രസംഗത്തിൽ ഇതേ കാര്യം സഹോദരൻ പറയുന്നുണ്ട്. ടോക്കിൻസ് വരുന്നതിന് മുമ്പേ ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറയാൻ കൂടെ ഞാനിതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ കാര്യം സഹോദരൻ പറയുന്നുണ്ട്. നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തിയധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് അറിവിനുള്ള വഴി, വേറൊരു വഴിയുമില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു.
ഇത് നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തെ പറ്റിയിട്ട് സംഘാടകർ തയ്യാറാക്കിയിട്ടുള്ള മറ്റൊരു പോസ്റ്ററാണ്. അതിൽ കൊടുത്ത പദ്യതാണ്: യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. സഹോദരനേപ്പൻ എഴുതിയിട്ടുള്ളതാണ്. ഇത് 929 മുതൽ ഡോക്കിൻസ് ജനിക്കുന്നതിന് 12 കൊല്ലം മുമ്പേ ഓരോ ലക്കത്തിലും യുക്തിവാദി മാസികയുടെ പുറംചട്ടിൽ എഴുതി വെച്ചിരുന്നൊരു വാക്യമാണ്. സഹോദരൻ പറഞ്ഞാണ്, ഒരു 45 കൊല്ലം 1974 വരെ MC ജോസഫ് യുക്തിവാദി മാസിക പ്രസിദ്ധീകരിച്ച കാലം അത്രയും ഈ മുദ്രാവാക്യം ഓരോ ലക്കത്തിൻ്റെയും പുറംചട്ടയിലുണ്ടായിരുന്നു. അതായത് സയൻസിൻ്റെ അറിവ് വഴി മാത്രമാണ്. ഇതാണ് നേരത്തെ ഒരു ജനറേഷനിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു യുക്തിവാദി വിമർശനം. EMSൻ്റെ യുക്തിവാദി വിമർശനത്തിൽ പ്രധാനമായിട്ട് ഈ ഒരു കാര്യത്തിനെയാണ് അദ്ദേഹം എതിർക്കാൻ ശ്രമിച്ചതും ദയനീയമായി പരാജയപ്പെട്ടതും. അതിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. അപ്പോൾ സയൻസിൻ്റെ അറിവ് വഴി മാത്രമാണ് പ്രകൃതിയെക്കുറിച്ച് അറിയാനുള്ള ഏക മാർഗം. മറ്റെല്ലാ സോ കോൾഡ് വെയ്സ് ഓഫ് നോയിങ്, വെളിപാടുകൾ, ധ്യാനം, പ്രവാചക വചനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ, മാദകദ്രവ്യങ്ങൾ ഇത്യാദിയായിട്ടുള്ള യാതൊന്നും തന്നെ സാധുവായിട്ടുള്ള അറിവ് നേടാനുള്ള വഴികളല്ല എന്ന യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ തിരിച്ചറിവ്, അതാണ് യുക്തിവാദികളുടെ അടിസ്ഥാനമായിട്ടുള്ള തിരിച്ചറിവ്. സയൻസ് ബ്രോഡ്ലി കൺസ്ട്രൂഡ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ്. സമീപകാലത്ത് ഞാൻ സംസാരിക്കേണ്ടി വന്നുള്ള വേറെ വിഷയമായിരുന്നു. ആ വാക്കുകളിലോ അതല്ലെങ്കിൽ സഹോദരൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസ് എന്നീ തമസ്സെല്ലാം എന്നൊക്കെ പറയാവുന്ന ഒരു ജ്ഞാനശാസ്ത്ര തിരിച്ചറിവാണ് ഇവിടെ പറയുന്നത്. ഈ നിലപാട് ഇന്നത്തെ ഇന്ത്യയിൽ ആവർത്തിച്ച് ഡിഫെൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ ജഗ്ഗി വാസുദേവന്മാരും സർവപ്രിയാനന്ദമാരും ചിദാനന്ദപുരിമാരും മറ്റ് എന്താ പറയുക ഒരുപാട് ആത്മീയാചാര്യന്മാരും ഭാഗവത പാരായണക്കാരും ഇങ്ങനെയുള്ള ഇവരൊക്കെ തന്നെ അറിവിൻ്റെ ഉറവിടങ്ങളായും നിറകുടങ്ങളായും മാനിക്കപ്പെടുന്നത് അവസാനിക്കേണ്ടതുണ്ട്. ഇവർ പറയുന്നൊന്നും സാധുവായിട്ടുള്ള അറിവല്ല, കേവലം അർത്ഥശൂന്യമായ പലപ്പോഴും അപകടകരങ്ങൾ പോലുമായ പുരാതനമായ ഭാവനാവിലാസങ്ങൾ മാത്രമാണ് എന്ന തിരിച്ചറിവ്, ജ്ഞാനോദയ തിരിച്ചറിവ് ഇന്ത്യയിൽ ഇനി ഉണ്ടാവേണ്ടത്. ഈ കാലഹരണപ്പെട്ട ഭാവനാവിലാസങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന മതവും ഫിലോസഫിയും രാഷ്ട്രീയവും ഒക്കെ അടിമുടി മാറേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള രാഷ്ട്രീയം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു സ്ലൈഡ് അവിടെ ഇട്ടത്. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ നമ്മളിപ്പോൾ പറയുന്നില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജ്ഞാനോദയെ സംബന്ധിച്ചിടത്തോളം അല്ല ആധുനികയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഡോഗ്മ മാത്രമേ ഉള്ളൂ. അത് ഒരു ഡോഗ്മയും പാടില്ല എന്ന ഡോഗ്മയാണ്. എല്ലാ പ്രമാണങ്ങളെയും പൗരന്മാർക്ക് പൊതുമണ്ഡലത്തിൽ ചോദ്യം ചെയ്യാം, പൊതുസംവാദത്തിലൂടെ സത്യം കണ്ടെത്താം, പൊതുമണ്ഡലത്തിലെ എല്ലാ പൗരന്മാരും തുല്യരാണ്. ഇതാണ് എൻലൈറ്റൻമെന്റിന്റെ ആധുനികതയുടെ നിലപാട്. വർഗം, ലിംഗപദവി, പൗരത്വം എന്നിങ്ങനെ വിവിധ സ്ഥാനങ്ങളിലെ അസമത്വങ്ങൾ കാരണം ഈ ആദർശാവസ്ഥക്ക് പ്രായോഗിക പരിമിതികൾ നിസ്സംശയമായും ഉണ്ടായിരുന്നു. ജ്ഞാനോദയ ചിന്തകർ തന്നെയും ഇന്നത്തെ നമ്മുടെ വീക്ഷണത്തിൽ ഭീമമായിട്ടുള്ള എലീറ്റിസ്റ്റ് മുൻവിധികൾ പുലർത്തിക്കൊണ്ടിരുന്നു. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ പരിമിതികൾക്ക് നമ്മൾ അമിതമായ പരിഗണനയും ഗൗരവവും കൊടുത്താൽ വരുന്ന പ്രശ്നം, പൊതുസമൂഹ യുക്തിയുടെ പൊതു മാനദണ്ഡങ്ങൾ സ്വീകരിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു എന്നതിൻ്റെ മഹാപ്രാധാന്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. It can blind us to the momentous implications of winning public legitimacy for new norms for public reason. കൂടുതൽ ജനാധിപത്യപരവും പ്രകൃതിബദ്ധവും മതേതരവുമായ സാമൂഹ്യ നിയമങ്ങളും സാമൂഹ്യ മര്യാദകളും, മോർ ഡെമോക്രാറ്റിക്, നാച്ചുറലിസ്റ്റിക് ആൻഡ് സെക്കുലർ നോംസ് ഈ ജ്ഞാനോദയ കാലത്ത് അതിനുശേഷവും തുടർന്നും യൂറോപ്യൻ സമൂഹങ്ങളിൽ നിലവിലോ. കാലക്രമത്തിൽ അക്കാലത്ത് സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായ ജനവിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഈ സാമൂഹ്യ ഘടന വിപുലമായി. ഉദാഹരണത്തിന് ആദ്യകാലത്ത് സ്വത്തുടമകളായ പുരുഷന്മാർക്ക് മാത്രമാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. അത് പിന്നീട് എല്ലാ പുരുഷന്മാർക്കുമായി, അതിനുശേഷം സ്ത്രീകൾക്കും കൂടി അത് ലഭ്യമായി. അങ്ങനെ കുറെ കൂടി സമത്വാധിഷ്ഠിതവും ഒപ്പം കുറെ കൂടി യുക്തി അധിഷ്ഠിതവുമായിട്ടുള്ളൊരു സമൂഹം യൂറോപ്പിൽ നിലവിൽ വന്നു. ഇവിടെ ഒരു പോയിന്റ് അതിൻ്റെ ഇടയിൽ ചേർത്തേക്കാം. സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയതിൽ സയൻസിന് പങ്കില്ല എന്ന് നമുക്കൊക്കെ വളരെ സ്നേഹബഹുമാനങ്ങളുള്ള രണ്ട് പ്രസിദ്ധ മലയാളി ശാസ്ത്രപ്രചാരകർ വാദിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മനുഷ്യരുടെ ചിന്താരീതി, ഒരു സമൂഹത്തിലെ മനുഷ്യരുടെ ചിന്താരീതി സയൻസിന്റെ ചിന്താരീതിയായി തീരുക എന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ ഈ അതാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. അതവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. അതാണ് ഇത്തരം നിരീക്ഷണങ്ങൾ വരുന്നതിൻ്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. മതവിശ്വാസങ്ങൾക്ക് മേലുള്ള പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയാതെ പ്രത്യയശാസ്ത്ര വിശ്വാസത്തിന്റെ മുകളിൽ കയറി പിടിച്ചു പോകുന്നു എന്നതാവാം ഈ കാരണത്തിന്റെ പിന്നിലുള്ള കാരണം എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ആ വിഷയം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ, വിശദമായിട്ട് പറയുന്നില്ല ആ കാര്യം.
യൂറോപ്യൻ ജ്ഞാനോദയ ചിന്തകരുടെ രണ്ട് അടിസ്ഥാന ആശയങ്ങളാണ് അവിടെ രാജാധിപത്യവും മതാധിപത്യവും അവസാനിക്കാൻ കാരണമായത് എന്ന് പറയാം. മനുഷ്യകുലത്തിൻ്റെ സവിശേഷ മുദ്രയാണ് യുക്തി. അപ്പോൾ എല്ലാ മനുഷ്യർക്കും യുക്തിയുണ്ട്. അപ്പോൾ യുക്തിബോധമുള്ളവർ എന്ന നിലയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ മാനിക്കപ്പെടേണ്ടതാണ്. ഇതാണ് ഒന്നാമത്തെ ആശയം. അങ്ങനെ വരുന്നതോടുകൂടി രാജാധികാരം അപ്രസക്തമായി. രാജാവായാലും ആരായിരുന്നാലും കേരളത്തിൽ ഇന്നും അങ്ങനെയല്ലല്ലോ. ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് പൊന്നു തമ്പുരാൻ എന്താണ് ഇതിനൊക്കെ എഴുന്നുള്ളല്ലോ. എന്താണ് കഞ്ഞിവെക്കൽ മഹോത്സവം ഉണ്ടല്ലോ. അതിലൊക്കെ ഇപ്പോൾ രാജാവ് ഇങ്ങനെ എഴുന്നള്ളാണ്. എന്തോ ഇതൊരു പ്രത്യേക സംഭവം എന്നാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴും നമ്മുടെ വിചാരം. അപ്പോൾ അതാണ് ഈ എല്ലാ മനുഷ്യരും ഒരുപോലെ മാനിക്കപ്പെടേണ്ടവരാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ജ്ഞാനോദയ തിരിച്ചറിവ്. അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ യുക്തിവാദി പ്രവർത്തനം ഇപ്പോഴും അത്യാവശ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത്, പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു ദൈവികമായ പർപ്പസ് ഇല്ല. നേച്ചർ ആസ് ഡിവൈഡ് ഓഫ് ഡിവൈൻ പർപ്പസസ് എന്നുള്ളത് ഇത് സമൂഹത്തിന് വ്യാപകമായതോടെ ഇതാണ് ജ്ഞാനോദയ കാലത്ത് സംഭവിക്കുന്നത്. പൗരോഹിത്യത്തിനും മതാധിപത്യത്തിനും അടിത്തറ നഷ്ടപ്പെട്ടു. വെറുതെ അല്ല. അവിടെ ഇപ്പം നമ്മൾ യൂറോപ്പിലെ പല രാജ്യങ്ങൾ, ഇപ്പം നെതർലാൻഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ പള്ളികളൊക്കെ അങ്ങോട്ട് ബാറുകളോ വേറെ മ്യൂസിയങ്ങളോ നാടകശാലകളോ ഒക്കെ മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഈ ഒരു തിരിച്ചറിവ് അവിടുത്തെ മനുഷ്യർക്ക് നൂറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. അവർക്കത് ആവശ്യമില്ലാതാവുന്നു എന്നുള്ളതാണ്. നേച്ചറിൽ അങ്ങനെ ഒരു ഡിവൈൻ പർപ്പസ് ഇല്ല എന്ന് മനസ്സിലാക്കാന്നുള്ളത്. ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. താരതമ്യേന കുറച്ചെങ്കിലും ഭേദപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം നമ്മൾ വിചാരിക്കുന്നു. ഇവിടെ പോലും അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും പൗരന്മാരെ പ്രജകൾ എന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ന് ജയിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പണി ഗംഭീരമായിട്ട് നടക്കേണ്ടതുണ്ട്. അപ്പൊ യുക്തിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എ പൊളിറ്റിക്കൽ വിഷൻ ബേസ്ഡ് അപ്പോൺ റീസൺ, യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ ദർശനം, ഇത് രൂപപ്പെടുത്തുന്നുള്ള യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെ മഹത്തായിട്ടുള്ള നേട്ടം. അക്കാദമിക് ഫിലോസഫർമാർക്ക് മാത്രം താല്പര്യമുള്ള ഊഷരമായ ഒരു ജ്ഞാനശാസ്ത്ര നിലപാട് എന്നതിൽ നിന്ന് മാറി യുക്തി എന്നത് ഒരു സാമൂഹ്യ നൈതികതയായി മാറി. വ്യക്തമായ തെളിവുകളും യുക്തിപരമായ വിശദീകരണവുമില്ലാതെ ഒരു കാര്യവും സ്വീകരിക്കാൻ പറ്റില്ല എന്ന ബോധ്യം. അതേസമയം തന്നെ ഇതുണ്ടാവുന്ന ഇഫക്റ്റ് എന്താണ്? അന്നോളം സത്യത്തിന്റെ കുത്തകക്കാർ എന്ന് ഭാവിച്ചിരുന്നവരുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടതില്ല. ഒരു സിറ്റിസൺ ഷുഡ് നെവർ നീൽ. അതാണ് ഇവിടെ വോൾട്ടേറിന്റെ ഇതർ ഞാൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ശിക്ഷ അവിടെ ചർച്ച വിധിക്കുകയാണ് ഒരു വ്യക്തി. ആ ചിത്രമാണ് ഞാൻ അവിടെ ചേർത്തത്. അത് അയാളൊരു വിവാഹേതര ബന്ധത്തിലൊരു കുട്ടി ഉണ്ടായി എന്നുള്ളതാണ് അയാളുടെ കുറ്റം. അപ്പോൾ അത് മുട്ടുമ്മേൽ നിന്ന് മാപ്പ് പറയണം എന്ന് ചർച്ച വിധിക്കും. അപ്പോൾ അതിനെതിരെ വോൾട്ടേർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ട് ജ്ഞാനോദയ കാലത്ത്. അതാണ് സംഭവം. ഒരു സിറ്റിസനെ നീതി ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ശക്തിയും ലോകത്തില്ല. ഒരു പൗരനെ മുട്ടുകുത്തിക്കാൻ ആർക്കും അവകാശമില്ല. അപ്പൊ ഇതാണ് refusal to bow to the authority of those who have hitherto claimed unique possession of truth. ഈ അടിസ്ഥാനപരമായ തിരിച്ചറിവ് ഇത് എവിടെ നിന്ന് വരുന്നു? ചേഞ്ച് ഇൻ ദ വേ ഓഫ് തിങ്കിങ്, മനുഷ്യരുടെ ചിന്താരീതിയിലുള്ള മാറ്റം. ഇതാണ് 1929 അയ്യപ്പനിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, യുക്തിവാദത്തോടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയ യുക്തിയധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് സാധുവായ അറിവിനുള്ള മാർഗം. ഒരു മതപ്രമാണവും ഒരു പ്രത്യയശാസ്ത്രവും ഒരു വെളിപാടും ഒരു പ്രവാചകവചനവും ഒരു സാധുവായ അറിവല്ല. ഈ തിരിച്ചറിവിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായി വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ അങ്ങനെയുള്ള രീതിയിൽ കുറേയൊക്കെ പുരോഗമിച്ച ഒരു സമൂഹത്തിന്റെ അടിയിൽ വന്നുകൊണ്ടാണ് നാരായണഗുരു ഉണ്ടാവുന്നത്, അദ്വൈതാശ്രമം ഉണ്ടാവുന്നത്, യുക്തിവാദ സഭ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ വിചാരിക്കരുത് അത് ഇങ്ങനെ പറയും, ഇത് യൂറോപ്പ് സെൻട്രിക് ആയിട്ടുള്ളൊരു വീക്ഷണമാണ്, അങ്ങനെ പറയും. അപ്പൊ ഇതിപ്പോ ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ഉള്ളിൽ നിന്ന് സ്വയംഭൂവായിട്ട് ഉയർന്നു വന്ന ഒരു സംഗതിയല്ല യൂറോപ്യൻ ജ്ഞാനോദയം. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ സമൂഹത്തിലെ മനുഷ്യർ ബോധപൂർവം സൃഷ്ടിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളൊരു മൂവ്മെന്റാണ്. അതെന്താതിന്റെ കാരണം? സയൻസിന്റെ വഴിയിലൂടെ നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും, സയൻസിന്റെ വഴിയിലൂടെ പ്രകൃതിയെയും മനുഷ്യനെയും കുറിച്ച് അവരാർജിച്ചിട്ടുള്ള പുതിയ അവബോധമാണ് എ സർട്ടൻ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാൻ ആൻഡ് നേച്ചർ. ഇതിവിടെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളെ മനുഷ്യനെയും പ്രകൃതിയെയും കുറിച്ചുള്ള ജ്ഞാനോദയ തിരിച്ചറിവ്, സയൻസിന്റെ തിരിച്ചറിവ്, സയൻസാൽ ദീപ്തമീ ലോകം, ഈ തിരിച്ചറിവ് ഇന്ത്യയിലെ കേരളത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത്. അതാണ് യുക്തിവാദിയുടെ പണി.
അപ്പോൾ ഇവർ ആർജിച്ചിട്ടുള്ള ഈ certain theoretical understanding of man and nature, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ അവബോധമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക്, ഈ ജ്ഞാനോദയകാല ചിന്തകർക്ക് അടിസ്ഥാനമായി മാറുന്നത്. ഈ മനുഷ്യരുടെ മനസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് യൂറോപ്പിനെ ആധുനീകരിച്ചതിന്റെ പിന്നിൽ എന്ന നിലപാടിനെ അംഗീകരിക്കാത്തവരുണ്ടാവും. നമ്മുടെ ഒരു രീതി അതാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പൊതുവെയുള്ള ചിന്താരീതി എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലൊരു ആഖ്യാനം, യൂറോപ്പിന്റെ സർവ്വ പുരോഗതിക്കും കാരണം, അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും, അവിടുത്തെ സാമ്പത്തിക പുരോഗതി ആവട്ടെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമേ ഉള്ളൂ. എന്താ കാരണം? ഇന്ത്യയിൽ നിന്നും അതുപോലെ മറ്റ് കോളനികളിൽ നിന്നും അവരെ കടത്തിക്കൊണ്ടുപോയ സമ്പത്ത് കൊണ്ടാണ് യൂറോപ്പ് ഇന്നത്തെ യൂറോപ്പായിരുന്നത്. അത് ഈ കൊളോണിയൽ ചൂഷണത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ നേടിയിട്ടുള്ള സമ്പത്ത് അപ്രധാനമാണെന്നോ നിസ്സാരമാണെന്നോ ഞാൻ പറയുന്നതേയില്ല. പക്ഷെ അതാണ് യൂറോപ്യൻ ആധുനികതയുടെ ഏകമോ സർവപ്രധാനവുമായ കാരണം എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ സമ്പത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു വെറും പപ്പടം വട്ടത്തിലുള്ള ഒരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ആ തിരുവിതാംകൂർ രാജാവിന്റെ കുടുംബക്ഷേത്രത്തിന്റെ സമ്പത്തിന്റെ മൂല്യം ഇന്നിപ്പോ $22 ബില്യൺ ആണെന്നാണ് പറയുന്നത്. $22 ബില്യൺ. ഒരു ചെറിയ നാട്ടുരാജ്യത്തിന്റെ. സായിപ്പൂടെ വരുന്നതിന് മുമ്പ് ഈ ധനമൊക്കെ കെട്ടിവെച്ചിരുന്ന ഈ രാജാക്കന്മാർ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ ഓരോ 6 വർഷത്തിലും കൃത്യമായിട്ട് മുറജപം നടത്തി ബ്രാഹ്മണർക്ക് സദ്യ കൊടുത്തു, സൽക്കാരം കൊടുത്തു. ഓരോ രാജാവും അവരുടെ സ്ഥാനാരോഹണത്തിന് മുമ്പ് സ്വർണം പൊതിഞ്ഞ വലിയൊരു പാത്രം ഉണ്ടാക്കി, അതിന് ചിത്രമാണ് കൊടുത്തത്. പാത്രം ഉണ്ടാക്കിയിട്ട് അതിൽ പശുവിന്റെ പാലും തൈരും നെയ്യും ചാണകവും ഗോമൂത്രവും നിറച്ച് അതിനകത്ത് ഇറങ്ങി കയറി ആ സ്വർണ്ണമെല്ലാം മുറിച്ച് കഷ്ണമാക്കി ബ്രാഹ്മണർക്ക് വിതരണം ചെയ്തു. ഈ തരത്തിലുള്ള പരിപാടികളാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് സായിപ്പ്മാരോട് വരുന്നതിന് മുമ്പേ. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഖജനാവില് ഏതെങ്കിലും കാരണം കൊണ്ട് കുറെ ധനം കൊന്നുകൂടി എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ധനികന്മാരുടെ കയ്യിൽ കുറെ പണം വന്നടിഞ്ഞു എന്നുള്ളതുകൊണ്ടോ ഒരു സമൂഹം ആധുനികമാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിനെന്ത് വേണം? ചിന്താപരമായിട്ടുള്ള പരിവർത്തനം വേണം. അതാണ് യൂറോപ്പിൽ സംഭവിച്ചത്. അതിന്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ ആ തർക്കത്തിലേക്ക് പോയി തൽക്കാലം ഞാൻ പോകുന്നില്ല. അതന്നെ വിശദമായിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. അതേ ആശ്രമത്തിൽ നമ്മൾ തുടങ്ങിയത് നാടുവിന് നാരായണ ഗുരു ആവാനും ഒരു 7 ഏക്കർ സ്ഥലം വാങ്ങി ആശ്രമം കെട്ടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാർ വന്ന ശേഷമാണ്. നമ്മൾ പറഞ്ഞു, ഈ പുതിയ സ്വാതന്ത്ര്യവും സാധ്യതകളുമാണ് സമൂഹത്തിന്റെ ചിന്താരീതിയെ മാറ്റിത്തീർക്കുക, ആധുനീകരിക്കുക എന്നുള്ള ഒരു ജ്ഞാനോദയ പ്രൊജക്ട് അതിനും ഇന്ത്യയിൽ വേര് പിടിക്കാൻ കാരണമായത് അതുകൊണ്ടാണ്. 1835 ശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമായതോടുകൂടി ഈ ആധുനികതയുടെ അല്ലെങ്കിൽ ജ്ഞാനോദയത്തിന്റെ ആശയങ്ങൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ളവർക്ക് ഇടയിൽ സ്വീകാര്യതയോടെ നേടി. ജ്യോതിറാവു ഫുലെ 1827 മുതൽ 1890 വരെയാണ് ജീവിച്ചത്. ഇന്ത്യൻ ജ്ഞാനോദയ പ്രൊജക്ടിന്റെ അഗ്രഗാമികളിൽ പ്രധാനി എന്ന് പറയാവുന്ന മഹാത്മാ ഫുലെയെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രപുസ്തകമാണിത്. ചിത്രപുസ്തകം. ഇതിന്റെ 18-19 പേജുകളിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് തർജ്ജമ ചെയ്ത് വായിക്കാം. ഇതാണ് ആ പേജ്. ഞാനതവിടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നതാണ്, അതിന്റെ മുകളിലത്തെ പാനലിൽ പറയുന്നതാണ്. അതിൽ ആ നറേറ്ററായിട്ടുള്ളത് സാവിത്രി ഭായ് ഫൂലെയാണ് കേട്ടോ. സാവിത്രി ഫൂലെയാണ്. മേലത്തെ പാനലിൽ പറയുന്നതാണ്, മാറ്റത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റ്, ഒരു മാർഗരേഖ നമുക്ക് ആവശ്യമുണ്ട്. ഇത് 19-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ പറയുന്നത്. 1890 മുമ്പാണ്. മനുഷ്യ തുല്യതക്കുള്ള, എല്ലാ മനുഷ്യർക്കും ഒരേ അവകാശങ്ങൾ ആസ്വദിക്കാനാവുന്ന ഒരു സമൂഹത്തിനായുള്ള ഒരു മാർഗരേഖ. സ്വാഭാവികമായും ജ്യോതിബ ഫുലെ ആ മാർഗരേഖക്കായി അന്വേഷിക്കുന്നത് ഹിന്ദു ശാസ്ത്രങ്ങളിലല്ല. നേരത്തെ ഞാൻ അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. താഴത്തെ പാനലിതാണ് ജ്യോതിബ ഫുലെ തോമസ് പെയിനിന്റെ റൈറ്റ്സ് ഓഫ് മാൻ 1791 വന്നിട്ടുള്ള യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെ പ്രൊജക്റ്റാണ് റൈറ്റ്സ് ഓഫ് മാൻ എന്നുള്ള പുസ്തകം. എന്ന ഗ്രന്ഥം വായിക്കുന്നു. ആ ഗ്രന്ഥത്തിന്റെ ചില കാര്യങ്ങളാണ്. ഒരു നാട്ടിൽ വളരെ കാലം ഏകാധിപത്യം നിലനിൽക്കുമ്പോൾ രാജാവിൽ നിലനിന്ന പരമ്പരാഗത സ്വേച്ഛാധിപത്യം എന്നത് വിഭജിക്കുകയും പുനർവിഭജിക്കുകയും ചെയ്ത 1000 ആകൃതികളും രൂപങ്ങളുമായി തീരുന്നു. ഇവിടെ ഫൂലെ പറയുന്നത് കാണാം. തോമസ് പെയിൻ പറയുന്നത് ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വത്തിനും കൃത്യമായി ചേരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് ഈ ജ്ഞാനോദയത്തിന്റെ തിരിച്ചറിവുകളെ എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ അവസ്ഥകളുമായി തട്ടിച്ചു നോക്കി നമ്മുടെ ഇന്ത്യൻ ചിന്തകർ മനസ്സിലാക്കിയത്. തോമസ് പെയിൻ പറയുന്നതാണ്, ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയുടെ അവകാശ പ്രഖ്യാപന രേഖയിൽ നിന്ന് ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കട്ടെ. തോമസ് പെയിന്റെ വാക്കുകളായിട്ട് പറയാണ്, എല്ലാ മനുഷ്യരും സ്വതന്ത്രരും തുല്യ അവകാശങ്ങളോടെയും ജനിക്കുകയും എല്ലാ കാലവും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നു. 2000 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഈ മനുസ്മൃതിയും ബ്രാഹ്മണന്മാരും അവരുടെ ഭയങ്കര ഉപനിഷത്തുകളും മാനവ ഇതൊക്കെ ഒന്നും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ശൂദ്രാധികരണം എന്നൊരു സാധനം തന്നെ
ആദിശങ്കരൻ എഴുതുന്നുണ്ട്. ശൂദ്രന് വേദങ്ങൾ പറയാൻ കേൾക്കാനേ അവകാശമില്ലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായും തുല്യ അവകാശം കൂടി ജനിക്കുകയും എല്ലാ കാലവും അങ്ങനെ തുടരുകയും ചെയ്യുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ഉദ്ദേശം സ്വാഭാവികം, എടുത്തുമാറ്റാൻ അസാധ്യവുമായ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. സ്വാതന്ത്ര്യം, സ്വത്തവകാശം, സുരക്ഷിതത്വം, പീഡനങ്ങളിലുള്ള ചെറുത്തുനിൽപ്പ് എന്നിവയാണ് ആ അവകാശങ്ങൾ. ഇതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഫൂലെ ആയിരുന്നാലും, തുടർന്ന് വരുന്ന അംബേദ്കർ ആയിരുന്നാലും, പെരിയാർ ആയിരുന്നാലും, സഹോദരനയ്യപ്പനായിരുന്നാലും, ഇവരൊക്കെയും പിന്തുടരുന്നത് യൂറോപ്യൻ ജ്ഞാനോദയത്തിന്റെ വഴിയാണ്. സമൂഹത്തിന്റെ ഈ ഒരു ചില ഉദാഹരണങ്ങൾ കൂടി നമ്മൾ ഇതിന്റെ പിന്നാലെ പറയുന്നുണ്ട്. പെരിയാറിന്റെയും അയ്യപ്പന്റെയും കാര്യം ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. സമൂഹത്തിന്റെ ചിന്താരീതി ആധുനികമാക്കുക എന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായും. അപ്പോൾ ഇതാണ് ഇന്ത്യൻ എൻലൈറ്റൻമെന്റ് ധാര എന്ന് പറയുന്നത്. അത് പ്രധാനമായും നമ്മളെ പേരുവയ്ക്കത്തിന് അറിയാം. ജാതി വ്യവസ്ഥയുടെ താരതമ്യേന കീഴ്ത്തട്ടിലുള്ള സമുദായങ്ങളിൽപ്പെട്ടവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ജ്ഞാനോദയ ധാര ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനെതിരായിട്ട് പ്രാഥമികമായും മേൽജാതി സമുദായങ്ങളിൽപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കൗണ്ടർ എൻലൈറ്റൻ മൂവ്മെന്റ്, ഒരു പ്രതിജ്ഞാനോദയ ധാരയും അതേ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അവരാണ് നമ്മുടെ നാട് ഇന്ന് ഭരിക്കുന്നത്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടത്, എന്നാലേ യുക്തിവാദത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള 3 പ്രതിനിധികളെ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. വിവേകാനന്ദൻ, സവർക്കർ, രാഷ്ട്രീയ സ്വയംസേവക സംഘ്. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മഹാത്മാ ഫൂലെയെ കുറിച്ചിട്ടുള്ള ഈ ചിത്രപുസ്തകത്തിൽ ഒരു ചിത്രം, ഫൂലെ ഇതവിടെ കാണാം. ഫൂലെ സവർക്കറിന്റെയും പിന്നെ ഗോൾവാൾക്കറിന്റെയും പ്രസംഗങ്ങൾ വളരെ വിക്ഷോഭപൂർവ്വം കേട്ടു നിൽക്കുന്നത് 2 മുഖങ്ങളായിട്ട് ഇവിടെ വരച്ചാണ് അദ്ദേഹത്തിന്. ഒരു ഭാഗത്തേക്ക് ഈ പേജിലേക്ക്, ഒരു ഭാഗത്തേക്ക് ഈ പേജിൽ ഇങ്ങനെ വളരെ വിക്ഷോഭത്തോടുകൂടി മഹാത്മാ ഫൂലെ നോക്കുന്നതായിട്ട് അവിടെ ഒരു പ്രതീകാത്മകമായ ചിത്രമാണ് കേട്ടോ അത്. കാരണം ചരിത്രപരമായിട്ട് അസാധ്യമാണ്. മഹാത്മാ ഫൂലെ മരിക്കുന്ന കാലത്ത് സവർക്കറിന് 7 വയസ്സേ പ്രായമുള്ളൂ. പക്ഷേ ഈ നമ്മുടെ ഫൂലെ ഉയർത്തിപ്പിടിച്ചുള്ള ഇന്ത്യൻ ജ്ഞാനോദയത്തിന്റെ മുന പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞാനോദയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ് സവർക്കറും ഗോൾവാൾക്കറും. അങ്ങനെയാണ് ഞാൻ പ്രതീകാത്മക ചിത്രം എന്ന് പറഞ്ഞത്. ഇന്നിപ്പോ ഇന്ത്യയിലെ സർവ്വ അധികാരവും കൈയടക്കി കഴിഞ്ഞ ഇന്ത്യൻ പ്രതിജ്ഞാനോദയ പ്രസ്ഥാനത്തിന്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്ക് നേരെ അമ്പരപ്പോടെ നോക്കി നിൽക്കാനേ ഈ ജ്ഞാനോദയ പക്ഷത്തിന് സാധിക്കുന്നുള്ളൂ എന്നതാണ് അവസ്ഥ. അത് ഈ പുസ്തകത്തിന്റെ രീതി എങ്ങനെയാണ് കേട്ടോ. അത് പിൽക്കാല ചരിത്രത്തെ കൂടി ഫൂലെയെക്കുറിച്ചുള്ള ആഖ്യാനത്തിൽ ഉൾച്ചേർക്കുക എന്നൊരു ശൈലിയിലാണ് ഈ പുസ്തകം വന്നിട്ടുള്ളത്. ഗുജറാത്ത് വംശഹത്യ, ബാബറി മസ്ജിദ് നശീകരണം, ഇതൊക്കെ തന്നെ ഇത് പ്രതിപാദിച്ചാണ്. ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ജ്ഞാനോദയ ധാര ഉയർത്തിപ്പിടിച്ച ജ്ഞാനോദയ പ്രൊജക്ടിന്റെ ആധുനികവൽക്കരണം എന്ന പ്രൊജക്ടിന്റെ മുദ്രാക്ഷരങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ കാണുന്ന ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഇതൊന്നും മനുസ്മൃതിയിലില്ല, ഇതൊന്നും വേദങ്ങളിലില്ല, ഇതൊന്നും ഉപനിഷത്തുകളിലില്ല, ഇവരീ പറയുന്ന ഒരു പുരാണത്തിലുമില്ല. ഇത് ആധുനികവൽക്കരണം, ജ്ഞാനോദയം എന്ന ആ പ്രൊജക്ടിന്റെ മുദ്രാക്ഷരങ്ങളാണ്. ഇത് ഈ ഫ്രഞ്ച് അസംബ്ലി പ്രഖ്യാപനം, നേരത്തെ തോമസ് പെയിൻ പറഞ്ഞ ഫ്രഞ്ച് അസംബ്ലി പ്രഖ്യാപനം, തോമസ് പെയിൻ്റെ റൈറ്റ്സ് ഓഫ് മാൻ, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൻ, അമേരിക്കൻ പൗരാവകാശ പ്രഖ്യാപന രേഖ, UN-ന്റെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നിങ്ങനെയുള്ള പല ഡോക്യുമെന്റുകളിലും നമ്മൾ കാണുന്ന യൂറോപ്യൻ ജ്ഞാനോദയ ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ കാണുന്നത്. ഈ ആധുനിക ആശയങ്ങൾ പക്ഷെ സ്വയം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സമൂഹമല്ല നമ്മുടെ ഇന്നും ജ്ഞാനോദയപൂർവമായ ശാസ്ത്രപൂർവമായ ഒരു സമൂഹമാണ്. അപ്പോൾ നമ്മൾക്ക് ആധുനികമായ ഒരു ഭരണഘടനയുണ്ട്, പക്ഷെ പുരാതനമായ ശാസ്ത്രപൂർവമായ ജ്ഞാനോദയപൂർവമായ മനോവൃത്തി പുലർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആ അർത്ഥത്തിൽ യുക്തിവാദികളുടെ പണി, അതായത് സമൂഹത്തിന്റെ ചിന്താരീതി ആധുനീകരിക്കുക എന്ന പണിയുടെ അർത്ഥം എന്താണ്? അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അർഹരായ ഒരു ജനതയാക്കി നമ്മളെ സ്വയം പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഭരണഘടനയെ പരാമർശിക്കുന്നിടത്ത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, ഈ ജനാധിപത്യ ഭരണഘടന, ഇതൊക്കെ നിലവിലുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു അപൂർവ പുഷ്പലതയാണ് യുക്തിവാദം. കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലോ ഇസ്ലാമിക രാജ്യത്തോ ഹിന്ദു രാഷ്ട്രത്തിലോ ഒന്നും യുക്തിവാദത്തിന് നിലനിൽപ്പില്ല. ഇപ്പോഴും ഇവിടെ ഈ ഭരണഘടന നിലനിൽക്കുന്നു, പൂർണ്ണമായും ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ കുറച്ച് യുക്തിവാദ പ്രവർത്തനമൊക്കെ നടത്താൻ പറ്റുന്നത്. എന്താണ് ജ്ഞാനോദയം എന്നതിൻ്റെ അനുപേക്ഷണീയമായ ഘടകം? വാട്ട് ഈസ് നെസസറി ടു എൻലൈറ്റൻമെന്റ്? അത് വിമർശനാത്മക യുക്തി, അതല്ലെങ്കിൽ ശാസ്ത്രീയ മനോവൃത്തി, ക്രിട്ടിക്കൽ റീസൺ ഓർ സയന്റിഫിക് ടെമ്പർ. കാന്റ് പറയുന്ന പോലെ ആ അടിസ്ഥാന പ്രമേയത്തെ കാന്റ് അടയാളപ്പെടുത്തുന്നത് സാപ്പരയോടെ എന്ന മുദ്രാവാക്യത്തിലാണ്. അതായത് സ്വന്തം യുക്തിബോധം ഉപയോഗിക്കാൻ ധൈര്യപ്പെടുക. ഈ ജ്ഞാനോദയത്തിന്റെ ഈ അനുപേക്ഷണീയമായ കാതൽ, എസെൻഷ്യൽ കോർ ഓഫ് എൻലൈറ്റൻമെന്റ്,
ഇത് 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എത്രത്തോളം പ്രസക്തമായിരുന്നു അതിനേക്കാളേറെ പ്രസക്തമാണ് ഇന്നത്തെ ഇന്ത്യയിലും എന്നാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. കാരണം മതാത്മകമായിട്ടുള്ള, ശാസ്ത്രപൂർവമായിട്ടുള്ള, ആധുനികപൂർവമായിട്ടുള്ള മനോവൃത്തി പുലർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അതാണ് ഞാൻ പറഞ്ഞത്, യുക്തിവാദി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അർഹരായ ഒരു ജനതയാക്കി നമ്മളെ സ്വയം പരിവർത്തിപ്പിക്കുക എന്നാണ്. അങ്ങനെയാണ് യുക്തിവാദി പ്രവർത്തനം ഒരു പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇതാണ് ഒരു യുക്തിവാദിയുടെ തിരിച്ചറിവ്. അപ്പോൾ പ്രതീക്ഷ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ യുക്തിവാദികൾ കുറേ പേരെങ്കിലും അവരുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി അറിയുന്നവരാണ് എന്നാണ് എൻ്റെ വിചാരം. ഒരിക്കൽ കൂടി പറയട്ടെ, യുക്തിവാദികളുടെ ലക്ഷ്യം, മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നത് സമൂഹത്തിന്റെ ചിന്താരീതി ആധുനികമാക്കുക, സയൻസിന്റെ ചിന്താരീതിയാക്കി പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുകയും യുക്തിയുക്തമായ അറിവിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന കാര്യം 1929 സഹോദരനെ പറഞ്ഞാണ്. ഇത് ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ ചിന്താരീതി ആധുനീകരിക്കാൻ, അതിനെ സയൻസിന്റെ ചിന്താരീതിയാക്കി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് യുക്തിവാദി ചെയ്യുന്നത്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ യുക്തിവാദി രംഗത്ത് മാത്രമായിട്ട് ഒതുക്കി നിർത്തിയുള്ള ഒരാളാണ് ഞാൻ. വേറെ ഒരു പൊതുപ്രവർത്തനം എനിക്കില്ല. അതെൻ്റെ ഒരു പരിമിതിയാണ് കേട്ടോ. കാരണം യുക്തിവാദി ആയിട്ടുള്ള പലരും പൊതുപ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സി കേശവൻ പറയുന്നുണ്ടല്ലോ, ഒരു അമ്പലം കത്തിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു. അദ്ദേഹം ഒരു യുക്തിവാദിയാണ്. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു സംസ്ഥാനത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ കാലത്ത് പ്രധാനമന്ത്രിയാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ വിവിധങ്ങളായ ഇതൊരു വലിയ രീതിയിൽ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന വലിയ വലിയ യുക്തിവാദികൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, ഞാൻ യുക്തിവാദ രംഗത്ത് പറഞ്ഞു തരുന്ന വളരെ ചെറിയ ആളാണ്. ഏതായാലും തൽക്കാലം ഉദാഹരണമായിട്ട് ഞാൻ എന്നെ തന്നെ എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു 14 കൊല്ലത്തിനിടയിൽ സംസാരിച്ചിട്ടുള്ള പല പല വിഷയങ്ങൾ റാൻഡമായിട്ടൊരു 12 എണ്ണം ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്യാം. ഹോമിയോപ്പതി, യോഗ, മാർക്സിസം, ലെനിനിസം, വേദാന്തം, ധ്യാനം, ബോറത്തിന്റെ ജീവശാസ്ത്രം, സെൻസ് ഓഫ് സെൽഫ്, ഓജോ ബോർഡുകളി, മെന്റലിസം, മെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, ഇസ്ലാമോഫോബിയ, സംവരണ വിരുദ്ധത, ഒരു 12 എണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ ഓരോ വിഷയം എടുത്താലും പിന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക, യുക്തിയുക്തമായ അറിവ് പ്രചരിപ്പിക്കുക, ഈ കാര്യമാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് സമൂഹത്തിന്റെ ചിന്താരീതിയെ സയൻസിന്റെ ചിന്താരീതിയാക്കുക, ആധുനീകരിക്കുക എന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. എന്നെപ്പോലെ എത്രയോ യുക്തിവാദികൾ ഇതിനേക്കാളും മെച്ചമായിട്ട് കേരളത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏറെക്കുറെ അവരെല്ലാവരും തന്നെ ഇതേ വഴിയും ഇതേ ലക്ഷ്യവും പുലർത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ മതങ്ങളില്ലാത്ത സമൂഹം വേണമെന്ന് ചിലർ പറയും, കപടശാസ്ത്രങ്ങളില്ലാത്ത സമൂഹം വേണമെന്ന് വേറെ ചിലർ പറയും, സാമൂഹിക നീതിയുള്ള, ലിംഗസമത്വമുള്ള, ജാതീയതാമുക്തമായ സമൂഹം വേണമെന്ന് വേറെ ചിലർ പറയും. നിങ്ങൾക്ക് നിരീക്ഷണങ്ങൾ കേട്ടല്ലോ നേരത്തെ. ഈ പറഞ്ഞതിനെല്ലാം ബന്ധിപ്പിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ചിന്താരീതിയെ മാറ്റുക എന്നതാണ്, ആധുനീകരിക്കുക എന്നതാണ്. ആ കാര്യം പക്ഷേ നമ്മുടെ വിമർശകൻ കണ്ടിട്ടില്ല. അതാണ് ആ കാര്യം. അല്ലെങ്കിൽ കണ്ടായി നടിക്കുന്നില്ല. പക്ഷേ ഈ ഹൈപ്പോത്തറ്റിക്കലായി പറഞ്ഞിട്ടുള്ള കേരളത്തിലെ 100 യുക്തിവാദികൾക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. അത് സംഭവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് നേരത്തെ വിശദീകരിച്ച പോലെ ചിന്താരീതിയുടെ മാറ്റം എന്നതിൻ്റെ വളരെ ബൃഹത്തായ സാമൂഹ്യ രാഷ്ട്രീയ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമൂഹത്തിലെ സിസ്റ്റം മാറേണ്ടതുണ്ട്, കൾച്ചർ മാറേണ്ടത്, മൂല്യങ്ങൾ മാറേണ്ടതുണ്ട് എന്നൊക്കെ ഈ വിമർശകൻ പറയുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ നിലയിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ താരതമ്യേന മെച്ചപ്പെട്ട നിലയിൽ മാറിയിരിക്കുന്ന സമൂഹങ്ങളിൽ, പടിഞ്ഞാറൻ യൂറോപ്പിൽ, പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റീസിൽ അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അതുപോലൊരു മാറ്റം കേരളത്തിലും ഇന്ത്യയിൽ മൊത്തം തന്നെയും വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് യുക്തിവാദികൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ മനുഷ്യരുടെ ചിന്താരീതിയിൽ വരുന്ന പരിവർത്തനം എന്നതാണ് പാരമ്പര്യ സമൂഹങ്ങൾ, പാരമ്പര്യാനന്തര സമൂഹങ്ങളായിത്തീരുന്നതിൻ്റെ പിന്നിലെ പ്രധാനവും നിർണായകവുമായ ഘടകം എന്ന യുക്തിവാദികളുടെ തിരിച്ചറിവ് നമ്മുടെ പ്രതീക്ഷ അതിനെക്കുറിച്ചൊന്നും പറയുന്നതേയില്ല. അങ്ങനെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പരിഗണിക്കുന്നതേ കാണുന്നില്ല. പകരം അദ്ദേഹം പറയുന്നതാണ് സാമൂഹ്യ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നതിനെ പറ്റി റിച്ചാർഡ് ഡോക്കിൻസ് എന്തു പറഞ്ഞോ അതാണ് കേരളത്തിലെ യുക്തിവാദികൾ പിന്തുടരുന്നത് എന്നാണ് പ്രതീക്ഷ പറയുന്നത്. ആ ഭാഗം പറഞ്ഞ വീഡിയോ ആണ് നമുക്ക് കാണാനുള്ളത്. സമൂഹം മാറുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ചിട്ട് പ്രതീക്ഷന് ബോധപ്പെട്ട ഒരു സിദ്ധാന്തം അദ്ദേഹം തുറന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അത് ആ പ്രസംഗത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലാണ്. ആ ഭാഗം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. ആ വീഡിയോ ആണ് നമുക്കിനി കാണാനുള്ളത്. കുറച്ച് ലോങ് ആയിട്ടൊരു ഇതാണ്, 7 മിനിറ്റോളം. അല്ലെ, സമൂഹത്തിന് മാറ്റം വേണമെന്നും സമൂഹം മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ഏകകണ്ഠ അഭിപ്രായമുണ്ട്. സമൂഹത്തിലെ സിസ്റ്റം മാറണം,
കൾച്ചർ മാറേണ്ടതുണ്ട്, മൂല്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, സമൂഹം എങ്ങനെയാ മാറുന്നത്? സമൂഹം എങ്ങനെയാ മാറുന്നതെന്ന് അറിഞ്ഞാലേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് ആയുർവേദവും ഒക്കെ ഇപ്പം സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ അത് എന്ത് ചെയ്താലാണ് മാറുക എന്ന ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ യുക്തിവാദികൾക്ക് ഒരു ഐഡിയ വേണം, എങ്ങനെയാണ് സമൂഹം മാറുന്നത്, അതിനെക്കുറിച്ചൊരു വീക്ഷണം വേണം. ഇതാരാന്നറിയോ ഫോട്ടോയിൽ കാണുന്നത്? ഇത് റിച്ചർഡ് ഡോക്കിൻസ് ആണ്. ഡോക്കിൻസിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ്. റിച്ചർഡ് ഡോക്കിൻസ് ആരാന്ന് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ഒരു വേദിയിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും അറിയുന്ന വ്യക്തി തന്നെയാണ്. ഒരു ബ്രിട്ടീഷ് എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്, ഒരു ശാസ്ത്ര പ്രചാരകനാണ്, നാസ്തികനാണ്. ഞാൻ റിച്ചർഡ് ഡോക്കിൻസിനെ ഇവിടെ കോട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിച്ചർഡ് ഡോക്കിൻസ് സമൂഹം എങ്ങനെ മാറുന്നു എന്ന ഒരു തിയറി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെൽഫിഷ് ജീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ജൈവ പരിണാമം എങ്ങനെയാണോ നടക്കുന്നത്, ഈ നമ്മൾ കാണുന്ന ജൈവ ലോകത്ത് ഓരോ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു അതുപോലെ തന്നെയാണ് സമൂഹം മാറുന്നതാണ്. അദ്ദേഹം അതിന് കൊടുത്ത പേര് മീം എന്നാണ്. ഇന്ന് നമ്മൾ മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ സിനിമയുടെ ഓരോ കഥ, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ മീം എന്നുള്ള വാക്ക് ആദ്യം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് റിച്ചർഡ് ഡോക്കിൻസ് ആണ്. റിച്ചർഡ് ഡോക്കിൻസ് പറയുന്നത് സമൂഹത്തിലെ കൾച്ചറിലെ മൂല്യങ്ങളുടെ ഒക്കെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് മീമാണ്. എങ്ങനെയാണോ ജനിതക ലോകത്ത് ജീനുകളുള്ളത് അതേമാതിരി തന്നെ നമ്മുടെ സമൂഹത്തിൽ മീമുണ്ട്. എങ്ങനെയാണോ ജനിതക ലോകത്തെ ജീനുകൾ ഒരു ജീവിയിൽ നിന്നും വേറൊരു ജീവിയിലേക്ക് ഇങ്ങനെ കോപ്പിയായി പോയി പടരുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതേമാതിരി തന്നെ മീമുകൾ ഒരു ബ്രെയിനിൽ നിന്നും വേറൊരു ബ്രെയിനിലേക്ക് പോയി മാറ്റം സംഭവിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഒരു ഐഡിയ കിട്ടുന്നു, അദ്ദേഹം ഒരു ബുക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനോട് പറയുന്നു, സ്റ്റുഡൻസിനോട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ലെക്ചറിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ഈ മീം മറ്റു ആളുകളിലേക്ക് പടർന്ന് സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്നു എന്നായിരുന്നു റിച്ചർഡ് ഡോക്കിൻസ് പറഞ്ഞത്. ഇതിനെ മീം തിയറി മിമിറ്റിക്സ് എന്നാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീം എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ചില മീമുകൾ വൈറസുകളെ പോലെയാണെന്നും പുള്ളി പറയുന്നുണ്ട്. ചില മീമുകൾ വൈറസിനെ പോലെയാണ്. അതിന് ഒരു ഉദാഹരണമാണ് അദ്ദേഹം മതം എന്ന് പറഞ്ഞത്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീമാണ്, മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു വൈറസാണ്. എങ്ങനെയാണോ ഒരു വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? വൈറസിന് ജീവിക്കാൻ ഒരു ഹോസ്റ്റ് സെൽ വേണം. ആ ഹോസ്റ്റ് സെല്ലിൽ അതിനെ അറ്റാക്ക് ചെയ്ത് അതിൽ വളർന്ന് അതിനെ നശിപ്പിച്ചിട്ട് അടുത്ത സെല്ലിലേക്ക് അങ്ങനെ പോകുന്നു. അതേമാതിരി തന്നെ ഈ മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്ന് വേറൊരു ബ്രെയിനിലേക്ക് പോകുന്നു. എന്നിട്ട് മനുഷ്യർക്ക് തന്നെ ദോഷമായ ഒരു സംഭവമാണ്. പക്ഷെ മതങ്ങൾ അങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കോട്ടാണ്. റിലീജിയൻ ഈസ് എ മൈൻഡ് വൈറസ്. മനസ്സിലുള്ള വൈറസാണ് ഇത്. അന്ന് വെസ്റ്റിലുള്ള ഒരുപാട് നവനാസ്തിക മൂവ്മെൻറ്റുകളും യുക്തിവാദ മൂവ്മെൻറ്റുകളും ഒക്കെ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ വലതുപക്ഷത്ത് കാണുന്നത് ഡാനിയൽ ഡെനറ്റ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയാണ്. ഇദ്ദേഹം റീസെൻ്റ്ലി മരിച്ചു. അദ്ദേഹം ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ആദ്യകാലങ്ങളിൽ റിച്ചർഡ് ഡോക്കിൻസിൻ്റെ കൂടെ ഒക്കെ പ്രവർത്തിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ദി ബ്രേക്കിംഗ് ദ സ്പെൽ എന്ന്. അതിലും പുള്ളി തന്നെ പറയുന്നുണ്ട്, ഉറുമ്പിൻ്റെ ബ്രെയിനിൽ എങ്ങനെയാണോ ഒരു പാരസൈറ്റ് പ്രവർത്തിക്കുന്നത് അതേമാതിരി തന്നെയാണ് മതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന അന്ന് തന്നെ ഇറങ്ങിയ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഡാരൽ ഡബ്ല്യു റേ കൊണ്ടുവന്ന പുസ്തകമാണ് ദ ഗോഡ് വൈറസ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഒരു കോമൺ പാറ്റേൺ കാണാം. വൈറസ്, രോഗം, രോഗാവസ്ഥ, ഇങ്ങനെയാണ് മതങ്ങളെയും മതവിശ്വാസികളെയും അല്ലെങ്കിൽ ആ മതത്തിൻ്റെ കൾച്ചറിനെയും ഐഡിയോളജീനെയും അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പിന്നെ അന്നത് അവിടെ വെസ്റ്റിലൊക്കെ ഒരുപാട് വരുന്നു. അന്നൊക്കെ തുടക്കത്തിൽ അവർ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞെങ്കിലും പതുക്കെ അത് ഇസ്ലാം മതത്തെക്കുറിച്ചായി. കാരണം ഇസ്ലാം എപ്പോഴും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു മതമായി മാറി. അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഇസ്ലാമിനെ കുറിച്ച്. അത് റിച്ചർഡ് ഡോക്കിൻസ് ആണെങ്കിലും സാം ഹാരിസ് ആണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ ഇസ്ലാം എന്ന വൈറസ് മനുഷ്യരെ ബാധിക്കുന്നു, ഇസ്ലാം എന്ന ഒരു വൃത്തികെട്ട മതം, പേപ്പട്ടി മതം, അങ്ങനെ സംഭവങ്ങളൊക്കെ അവിടെ വരുന്നു. ഇതേ സംഭവം കേരളത്തിലേക്ക് കോപ്പി പേസ്റ്റ് ആവുകയാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം വേറെ ഭാഷയിൽ കേരളത്തിലെ
നാസ്തികരും യുക്തിവാദികളും പറയാൻ തുടങ്ങി ഇസ്ലാം ഈസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി. നിങ്ങൾ കേട്ട് കാണും, ഇസ്ലാം ഈസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി. റിലീജിയൻ ഈസ് എ സോഫ്റ്റ്വെയർ പ്രോബ്ലം, മനുഷ്യൻ്റെ സോഫ്റ്റ്വെയറിലുള്ള പ്രശ്നമാണ്. പിന്നെ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ വെറുക്കുന്നു, മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു. കുറേ യുക്തിവാദികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ മുസ്ലിമാണ്, എൻ്റെ അമ്മ മുസ്ലിമാണ്, പക്ഷെ അവരോടെല്ലാം എനിക്ക് സ്നേഹമാണ്, പക്ഷെ ഞാൻ ഇസ്ലാമിനെ വെറുക്കുന്നു. മുസ്ലിംസ് ആർ വിക്ടിംസ് ഓഫ് ഇസ്ലാം. ഇസ്ലാം എന്ന രോഗത്തിൻ്റെ ഒരു ഇരകളാണ് മുസ്ലിങ്ങൾ. ഇങ്ങനെയുള്ള എല്ലാ ആഖ്യാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു ഫേമസ് യൂട്യൂബ് ചാനലാണ് നിരീശ്വരവാദികളുടെ ഇടയിൽ, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ആൻറ്റി വൈറസ്. ചാനലിൻ്റെ പേര് തന്നെ ആൻറ്റി വൈറസ്, വൈറസിനെ ഇല്ലാതാക്കുക. ആ ചാനലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവർ ബ്രെയിൻ ഈസ് വിഷിയേറ്റഡ് ബൈ വേരിയസ് തോട്ട് വൈറസസ്, റിലീജിയസ് ബിലീഫ്സ്, ഐഡിയോളജീസ്, ഡോഗ്മാസ്, പ്രെജുഡിസ്. അതായത് നമ്മുടെ ബ്രെയിൻ സെയിം കാര്യം, ഞാൻ പറഞ്ഞ ആ കാര്യം തന്നെ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ എന്തോ ഒരു പ്രത്യേക വിഭാഗം യുക്തിവാദികളെ കുറിച്ച് പറയുകയാണെന്ന്. അങ്ങനല്ല, ഞാൻ ഈ എക്സാമ്പിൾ ഇത് എടുത്തേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു പൊതു യുക്തിവാദ മേഖലകളിൽ നടക്കുന്നത് ഈ ഒരു ആഖ്യാനമാണ്, പ്രബലമായിട്ട് നിൽക്കുന്ന ആഖ്യാനം അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള. അങ്ങനെയല്ലാത്ത യുക്തിവാദികൾ ഉണ്ടാകാം, പക്ഷെ ഇത് ചില യുക്തിവാദി ഗ്രൂപ്പുകൾ സവർക്കറൈറ്റ് നാസ്തികത എന്നാവുന്നുണ്ട്, ചിലർ ഞങ്ങൾ മാനവപക്ഷം യുക്തിവാദികളാന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, ഒരു വൈറസാണ് ഇത് മനുഷ്യരെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. റിച്ചാർഡ് ഡോക്കിൻസിന്റെ ധാരണകളുടെ അടിസ്ഥാനമാക്കിയിട്ടല്ല ചരിത്രപരമായി യുക്തിവാദം കേരളത്തിൽ നിലനിന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 941 ഡോക്കിൻസ് ജനിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ യുക്തിവാദമുണ്ട്, 925 മുതലുണ്ട്. ഈ പ്രതീക്ഷയെ എടുത്തു പറയുന്ന മീൻ എന്ന് ഈ ഡോക്കിൻസിന്റെ മെറ്റഫർ യുക്തിവാദികൾക്ക് പരമപ്രധാനമായ എന്തോ ഒരു അടിസ്ഥാന ആശയമാണ് എന്നുള്ളത് വളരെ ഭീമമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. കേരളം കണ്ടിട്ടുള്ള വലിയ യുക്തിവാദികൾ, കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാർ, ഇവരൊന്നും തന്നെ ഈ മീൻ എന്ന ആശയത്തെക്കുറിച്ചിട്ടോ മതം മൈൻഡ് വൈറസ് ആണെന്ന ആശയത്തെക്കുറിച്ചോ കേട്ടിട്ട് പോലുമില്ല. സവർക്കറേറ്റ് നാസ്തികരുടെ കാര്യം എന്തോ ആയിക്കോട്ടെ, ഞാൻ അടക്കമുള്ള മാനവീയ യുക്തിവാദികൾ എന്ന് അടയാളപ്പെടുത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്കിൻസ് കൊണ്ടുവന്ന ഈ മീൻ മൈൻഡ് വൈറസ് ഈ തരത്തിലുള്ള മെറ്റഫറുകളൊക്കെ വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ അടിസ്ഥാന നിലപാടുകളും പരിപാടികളും തീരുമാനിക്കുന്നതിലൊന്നും ഈ വിവരണങ്ങൾ യാതൊരുവിധ പങ്കും വഹിക്കുന്നില്ല. ഒരിക്കൽ കൂടി പറയട്ടെ, ഡോക്കിൻസ് നിശ്ചിതമായി വിമർശിക്കപ്പെടണം, വലിയൊരളവോളം തള്ളിക്കളയപ്പെടണം, ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ഡോക്കിൻസിന്റെ ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ മാർക്സിസ്റ്റിന്റെ ചൂരൽ വടിയെടുത്ത് യുക്തിവാദത്തെ തല്ലിച്ചതക്കുക എന്ന പണിയാണ് ഇവിടെ ചെയ്യുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ നിലപാട്. ഇവിടെ മാർക്സിസ്റ്റിന്റെ ചൂരൽ വടി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ പറയാൻ നമുക്ക് സമയമില്ല. മറ്റൊരു ദിവസം ഈ പ്രസംഗത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ വിശദീകരിക്കാം എന്തുകൊണ്ടാണ് ഈ അടി ഒരു ചൂരൽ വടി എന്ന് പറയുന്നത് മാർക്സിസ്റ്റിന്റെ ചൂരൽ വടി ആകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡോക്കിൻസിനെ ഒരു വിശ്വസനീയമായ സോഴ്സായി കാണാൻ പറ്റില്ല എന്നുള്ള ചർച്ചയൊക്കെ നേരത്തെ തന്നെ കേരള യുക്തിവാദികൾക്കിടയിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡോക്കിൻസിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ യുക്തിവാദികളുടെ ജോലിയല്ല, അത് ഞാൻ തുനിയുന്നില്ല. സമൂഹം എങ്ങനെ മാറുന്നു എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ യുക്തിവാദികൾ പിന്തുടരുന്ന ധാരണ, ഇതിനെക്കുറിച്ച് ഡോക്കിൻസ് പറഞ്ഞിട്ടുള്ള മീൻ സിദ്ധാന്തമാണ് എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതവും ബാലിശവുമായിട്ടുള്ള വാദം മാത്രമാണ്. ഇത് സംബന്ധിച്ച് യുക്തിവാദികളുടെ ധാരണ എന്താണ് എന്ന് നേരത്തെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിനുവേണ്ടി അത് പറഞ്ഞത് ഇത്ര വിശദമായിട്ട് നമുക്ക് ഇതിനൊരു കൃത്യമായ ധാരണയുണ്ട്. എങ്ങനെയാണ് സമൂഹം മാറുന്നത്, ഏതൊരു തരത്തിലുള്ള സമൂഹമായാണ് നമ്മൾ പരിവർത്തിക്കപ്പെടേണ്ടത്, അതിനെന്ത് പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് കൃത്യമായ ധാരണ ഉണ്ട്. അല്ലാണ്ട് ഡോക്കിൻസ് പറഞ്ഞ ഈ മൈൻഡ് വൈറസ് ആണെന്നുള്ളതല്ല കേരളത്തിലെ യുക്തിവാദികളുടെ കാര്യത്തിലെ നിലപാട്. അപ്പോൾ തന്നെ ഇപ്പം യുക്തിവാദി പ്രവർത്തനം കൊണ്ട് മാത്രം ഇന്ത്യ യൂറോപ്പ് ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല, അതങ്ങനെ ഒരു മന്ത്രവടിയൊന്നുമല്ല. പക്ഷേ സമൂഹത്തിൻ്റെ ചിന്താരീതി ആധുനികമാക്കുക എന്നുള്ളത് ഒരു ആധുനിക ജനാധിപത്യ സമൂഹം ഉണ്ടാകുന്നതിനും നിലനിൽക്കുന്നതിനും അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്ന് എനിക്കറിയാം. അത് തിരിച്ചറിയുന്നവരും ആ മേഖലയിൽ പണിയെടുക്കുന്നവരും വളരെ വിരളമാണ്. ഇതിനും എനിക്ക് ആ ഒരു സംശയമില്ല. ഒന്നുകൂടി പറയട്ടെ, ഒരു ജനാധിപത്യത്തിന് മാത്രമേ ഇങ്ങനെ ഒരു ആധുനിക മനോവൃത്തിയുള്ള ഒരു പൗരവൃന്ദത്തിൻ്റെ ആവശ്യമുള്ളൂ. കമ്മ്യൂണിസം, ഫാസിസം പോലെയുള്ള സമഗ്രാധിപത്യ വ്യവസ്ഥകളിൽ പൗരന്മാരുടെ ചിന്താരീതി ആധുനികമാകേണ്ട യാതൊരു ആവശ്യമില്ല. എന്ന് മാത്രമല്ല, അത് ആധുനികമാകാതിരിക്കുകയാണ് ഈ സമഗ്രാധിപതികൾക്കും അവരുടെ പിന്തുണക്കാർക്കും വൈതാളികന്മാർക്കും ഒക്കെ ആവശ്യം. കാരണം ആരുടെയും മുന്നിൽ മുട്ടുമടക്കാത്ത, സ്വന്തമായും സ്വതന്ത്രമായും ചിന്തിക്കുന്ന പൗരന്മാർ സമഗ്രാധിപത്യങ്ങൾക്ക് ഭീഷണിയാണ്. ജനാധിപത്യം കമ്മ്യൂണിസ്റ്റായിട്ട് ഭാഷ പറഞ്ഞാൽ ബൂർഷ്വാ ജനാധിപത്യം, അതിനു മാത്രമേ യുക്തിവാദത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ സമൂഹത്തിൽ ആശയങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ എങ്ങനെയാണ് പ്രചരിക്കുന്നത്, അതിനെ സംബന്ധിച്ചൊരു മെറ്റഫറായിട്ട്, ഒരു രൂപകമായിട്ട് ഈ മീം എന്നതിനെ കാണാം. ഈ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു 100,000 മെറ്റഫറുകൾ 100,000 ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല രൂപങ്ങളും അവർ ഭാവന ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം പറയാൻ
വേണ്ടി, ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി അതിന് ഉപയോഗമുണ്ടെന്ന് തോന്നുന്നിടത്തോളം നമുക്ക് വേണമെങ്കിൽ മെറ്റഫർ ഉപയോഗിക്കാം. ഉപയുക്തമല്ല എന്ന് തോന്നുന്നത് വലിച്ചെറിയാം. അത്രയേ ഉള്ളൂ മെറ്റഫറുകളുടെ കാര്യം. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് യോജിപ്പുള്ളൊരു പോയിന്റ് ഈ ഭാഗത്ത് പ്രതീക്ഷ പറയുന്നത്, അത് ഞാൻ തന്നെ നേരത്തെ ഉന്നയിച്ചതും പ്രസംഗങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. കഴിഞ്ഞ ഒരു ഫാനോസ് വേദിയിൽ തന്നെ ടൗൺ ഹാളിൽ ഞാൻ ഇതേ വിഷയമാണ് സംസാരിച്ചത്. മുസ്ലിം വിരുദ്ധ വംശീയതയും സ്വതന്ത്ര ചിന്തകരും എന്ന് പറഞ്ഞിട്ട്. മുസ്ലിം വിരുദ്ധ വംശീയത എന്നൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിലെ നാസ്തികർക്കിടയിൽ മുസ്ലിം വിരുദ്ധ വംശീയത പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, യാതൊരു തർക്കവുമില്ല. അത് പലരും പങ്കിടുന്നുണ്ട്, യാതൊരു തർക്കവുമില്ല. ഡോക്കിൻസ് അടക്കമുള്ള പല വിദേശ നാസ്തികരും വലതുപക്ഷ ആശയങ്ങളുടെ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്, അതിനും തർക്കമൊന്നുമില്ല. പക്ഷെ കേരളീയ പൊതുമണ്ഡലത്തിൽ പരക്കെയും ഒപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള കേരളീയ യുക്തിവാദി മണ്ഡലത്തിലും മുസ്ലിം വിരുദ്ധ വംശീയത പടരുന്നതിന്റെ കാരണം ഡോക്കിൻസിന്റെ മീൻ തിയറിയാണ് എന്നൊക്കെ വിചാരിക്കുന്നതിൽ ഒരു കഥയുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യയിലെമ്പാടും ഈ വംശീയത ഊട്ടി വളർത്താനായി കൈമയെ മറന്ന് സ്വയം സമർപ്പിച്ചുകൊണ്ട്, വെറുതെ പ്രവർത്തിക്കില്ല, സ്വയം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനം നിരന്തരമായി 100 കൊല്ലമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലധികമായി എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളും എല്ലാ മാധ്യമങ്ങളും എന്ന് വേണ്ട പൗരജീവിതത്തെ സ്വാധീനിക്കുന്ന സമസ്ത മേഖലകളും നിയന്ത്രിക്കുന്നത് ആ സംഘടനയും അതിൻ്റെ പ്രത്യയശാസ്ത്രവും. ഇന്ത്യയിൽ അടിയുറച്ചു കഴിഞ്ഞാൽ ഈ വലതുപക്ഷ ആധിപത്യം സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും എന്ന പോലെ യുക്തിവാദി രംഗത്തും പിടിമുറുക്കും. ആ രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. പ്രതീക്ഷ പറഞ്ഞത് ശരി തന്നെയാണ്. യുക്തിവാദികൾക്കിടയിലും മുസ്ലിം വിരുദ്ധ വംശീയത അടക്കമുള്ള മനുഷ്യവിരുദ്ധമായ വലതുപക്ഷ ആശയങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനെ തിരിച്ചറിയേണ്ടതുണ്ട്, എതിരിടേണ്ടതുണ്ട്. ആ ബാധ്യത യുക്തിവാദികൾക്കുണ്ട്. അത് എന്നാലാവുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കേരള സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ പെടുന്ന ഇസ്ലാമോഫോബിയ അടക്കമുള്ള വലതുപക്ഷ രോഗത്തിന്റെ കാരണം ഡോക്കിൻസ് ബാധയാണ് എന്ന് പറയുന്നതോട് എനിക്ക് യോജിക്കില്ല. ഒരു രൂപവും ഇവിടെ പറയാം, ഒരു മെറ്റഫർ. കേരള പൊതുമണ്ഡലം ഒരു നഗരമാണ് എന്നിരിക്കട്ടെ, അതിലെ ഒരു ചെറിയ വാർഡാണ് നമ്മുടെ യുക്തിവാദി മണ്ഡലം എന്ന് വിചാരിക്കാം. ഈ ഇസ്ലാമോഫോബിയ, സംവരണ വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, സമഗ്രാധിപത്യ സ്തുതി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ലക്ഷണങ്ങളും പ്രദർശിപ്പിക്കുന്ന ഈ വലതുപക്ഷവൽക്കരണം എന്ന രോഗം കേരളീയ സ്വതന്ത്ര ചിന്താ മണ്ഡലം എന്ന നമ്മുടെ വാർഡിലും പരക്കുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷെ അതിന് കാരണം ഇവിടെ ചിലർക്കുള്ള ഡോക്കിൻസ് ചൊറി, ഈ ഡോക്കിൻസ് ചൊറിയിൽ നിന്നാണ് ഈ രോഗമുണ്ടായത് എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. കാരണം നമ്മുടെ വാർഡിലും നമ്മുടെ നഗരത്തിലും മാത്രമല്ല, ഈ ഡോക്കിൻസിനെ കുറിച്ചിട്ടോ മെമറ്റിക്സിനെ കുറിച്ചോ കേട്ടുകേൾവി പോലുമില്ലാത്ത, ഡോക്കിൻസ് ചൊറി ബാധിച്ചിട്ടില്ലാത്ത, അതിവിശാലമായ ഇന്ത്യൻ പൗരസഞ്ചയത്തെ അപ്പാടെ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് മുസ്ലിം വിരുദ്ധ വംശീയത അടക്കമുള്ള ഈ വലതുപക്ഷ നിലപാടുകൾ, രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ പകർച്ചവ്യാധിന്റെ രോഗാണു പ്രസരണ കേന്ദ്രം വേറെയാണ്, രോഗവാഹകർ വേറെയാണ്. അതൊക്കെ തെറ്റായി മനസ്സിലാക്കിയാൽ രോഗനിയന്ത്രണത്തിനായി ചെയ്യുന്ന നടപടികൾ തെറ്റും, നിയന്ത്രണം സാധിക്കാൻ പറ്റില്ല. ഇസ്ലാമോഫോബിയ എന്നത് പ്രാഥമികമായും കേരളീയ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമായിരുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞൊരു ന്യായമാണ്, ഇത് ഡോക്കിൻസ് കൊണ്ടെന്നാണ്. പക്ഷെ അതല്ല, പൊതുസമൂഹത്തിൽ വ്യാപകമായും അഗാധമായും ഈ വംശീയത വിഷം പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ കാണുന്നുണ്ട്. ഈ ഡോക്കിൻസ് ബാധ മാറ്റാനുള്ള ഒരു ഉച്ചാരണ പ്രക്രിയ ഉണ്ടെന്നും നമ്മുടെ പ്രശ്നം തീരില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ലോകമെങ്ങും ഉയർന്നു വരുന്ന വലതുപക്ഷ രാഷ്ട്രീയ തരംഗം അന്താരാഷ്ട്ര രംഗത്ത് നാസ്തികരെ സ്വാധീനിക്കുന്നുണ്ട്, വശപ്പെടുത്തുന്നുണ്ട്. വലതുപക്ഷത്തിന്റെ മനുഷ്യവിരുദ്ധ ആശയങ്ങൾ പല പ്രമുഖ പാശ്ചാത്യ നാസ്തികരും ഡോക്കിൻസ് അടക്കം ആവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ പോലും ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് ഏറെക്കുറെ വിഴുങ്ങിയിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത എന്നത് മുഖമുദ്രയായിട്ടുള്ള ഇന്ത്യൻ വലതുപക്ഷ വേലിയേറ്റത്തിന്റെ പാശ്ചാത്യത്തിൽ തന്നെ വേണം നമ്മൾ കേരള സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിനെ മനസ്സിലാക്കാനും അതിനെ എതിരിടാനും എന്നാണ് ഞാൻ പറയുന്ന പോയിന്റ്. ഒന്നുകൂടെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഒരു മൈൻഡ് വൈറസ് ആണ്. ആളുകൾ ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വൈറസ് നമ്മുടെ ബ്രെയിനിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ബ്രെയിനിൽ നിന്ന് വേറെ ബ്രെയിനിലേക്ക് പടരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഓരോ വാക്യങ്ങൾ വായിക്കുന്നു. ഇപ്പം ഖുറാൻ 5:10 UDHR നിരക്കുന്നതല്ല, ഖുറാൻ 10:20 സ്ത്രീ വിരുദ്ധമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? മാറ്റം വരാൻ, ഈ വൈറസിനെ മാറ്റാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണമായും എനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്കാലത്തെ മനുഷ്യർ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ശാസനങ്ങളും പ്രമാണങ്ങളും കാലഹരണപ്പെട്ടതാണ്.
അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം തുടങ്ങിയിട്ടുള്ള ആധുനികമായ ജ്ഞാനോദയാനന്തരമായിട്ടുള്ള ധാർമ്മിക രേഖകളുമായി ഇതിനൊന്നും ഒരു പൊരുത്തവുമില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വലിച്ചെറിയണം എന്നുള്ള കാര്യം യുക്തിവാദികൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യുക്തിയുഗം അല്ലെങ്കിൽ ഏജ് ഓഫ് റീസൺ എന്നറിയപ്പെട്ടുള്ള 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ക്രിസ്തുമത പ്രമാണങ്ങളെ ഇതുപോലെ യുക്തിയുടെയും ആധുനിക ലോകബോധത്തിൻ്റെയും ആധുനിക ധാർമ്മിക ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിശിതമായി വിമർശിക്കാൻ കുറെ മനുഷ്യർ ശ്രമിച്ചതിലൂടെയാണ് ആധുനികമായ യൂറോപ്പ് മാത്രമല്ല ആധുനിക ജനാധിപത്യ ലോകമെന്ന് പറയുന്നത് പോലും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ജ്ഞാനോദയധാരയുടെ പ്രതിനിധികളായിട്ടുള്ള ചിന്തകരും ആക്ടിവിസ്റ്റുകളും നിരന്തരമായും നിർഭയമായും ചെയ്തു പോന്നിട്ടുള്ള ഒന്നാണ് ബഹുമാനരഹിതമായ മതവിമർശനം എന്നുള്ള കാര്യം. മഹാത്മാഫൂലെയുടെ മതവിമർശനത്തിൻ്റെ ഒരു സാമ്പിള് ഈ പുസ്തകത്തിലെ 32-33 പേജ് കാണാം. 4 വർണ്ണങ്ങളുടെ ഉത്ഭവത്തെപ്പറ്റി മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. ബ്രാഹ്മണർ ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നു. ശരി, പക്ഷേ ഈ ബ്രാഹ്മണർ ജനിച്ച ജനനേന്ദ്രിയത്തിലൂടെ എല്ലാ മാസവും ആർത്തവം ഉണ്ടാവുകയും ബ്രഹ്മാവ് 4 ദിവസം അശുദ്ധമാചരിച്ച് മാറിയിരിക്കുകയും ചെയ്യുന്നതായി പറയുന്നില്ലല്ലോ. അതുപോലെ മറ്റ് 3 വർണ്ണക്കാർ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനിച്ചു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ 4 തവണ ആർത്തവാശുദ്ധിയുമായി ഓരോ മാസവും 16 ദിവസം ബ്രഹ്മാവ് മാറിയിരുന്നുവോ? ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് വളരെ പരിഹാസപൂർവ്വം ഭൂലെ ചോദിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് എൻലൈറ്റൻമെന്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ എന്ന് പറയുന്ന സംഗതി. ഇതേ വഴി തന്നെയാണ് പെരിയാർ പിന്തുടരുന്നത്. ഇതാണ് ഞാൻ ഉദാഹരണം പറയാനെന്ന് പറഞ്ഞത്. 1953 ഗണപതി വിഗ്രഹങ്ങൾ ഉടച്ചു കളയാവുന്നൊരു പ്രകടനം അദ്ദേഹം അനുയായികൾ നടത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളെ താഴ്ന്ന ജന്മങ്ങളായ ശൂദ്രരായും വേറെ ചിലരെ ഉയർന്ന ജന്മങ്ങളായ ബ്രാഹ്മണരായും ചിത്രീകരിക്കുന്ന വ്യവസ്ഥക്ക് ഉത്തരവാദികളായിട്ടുള്ള ഈ ദൈവങ്ങളെ നമ്മൾ തുടച്ചു നീക്കണം. നമ്മൾ വിദ്യാഭ്യാസം ലഭിക്കാതെ കഠിനമായ ശരീരാധ്വാനം ചെയ്യുന്നു, മറ്റവർ ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഈ ദൈവവിഗ്രഹങ്ങൾ നമ്മൾ ഉടച്ചു കളയണം. ഏത് കാര്യവും ആരംഭിക്കുന്നതിന് മുന്നോടിയായി പൂജിക്കുന്നത് ഗണപതി ആയതുകൊണ്ട് ആദ്യം ഞാൻ ഗണപതിയിൽ തന്നെ തുടങ്ങാം. ഇതാണ് എൻലൈറ്റ്മെന്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ. നിങ്ങൾ സമരത്തിലായാലും വിമർശനത്തിലായാലും പുസ്തകത്തിലായാലും ഒക്കെ ചെയ്യുന്ന ഇതേ കാര്യമാണ്. ശ്യാംകുമാർ ചെയ്യുന്ന ഇതേ കാര്യം കേട്ടോ. അതാണ് ശ്യാംകുമാർ എടുത്തൊരു ദേഷ്യം. കാരണം ഇത് ഒറിജിനൽ പ്രമാണങ്ങളുടെ എടുത്തുകൊണ്ടാണ് പറയുന്നല്ലോ. ഇതേ വഴിയാണ് സഹോദരൻ അയ്യപ്പൻ പിന്തുടർന്നത്. 1925 ഗാന്ധിയുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഗാന്ധിയുടെ മുഖത്ത് നോക്കിയിട്ട് അയ്യപ്പൻ പറയുന്നുണ്ട്, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. അതാണ് യുക്തിവാദിയായിട്ട് അയ്യപ്പൻ പറയുന്നത്. ഈ തരത്തിലുള്ള എൻലൈറ്റൻമെന്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ എന്നുള്ള പണിയാണ് എണ്ണമറ്റ യുക്തിവാദികൾ കഴിഞ്ഞ 100 കൊല്ലമായിട്ട് കേരളത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. നമ്മുടേതുപോലെ ഇന്നും ഏറെക്കുറെ ആധുനികപൂർവമായും മതാധിഷ്ഠിതമായും തുടരുന്ന സമൂഹങ്ങളിൽ വ്യക്തികളുടെ ഭക്ഷണം മുതൽ രാജ്യം ആര് ഭരിക്കണം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാട്ടോ. വെജിറ്റേറിയൻസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. വ്യക്തികളുടെ ഭക്ഷണം മുതൽ രാജ്യം ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം എന്നത് വരെയുള്ള സകല കാര്യങ്ങളിലും ജാതിയും മതവും ദൈവവും ഒക്കെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന നമ്മുടേതുപോലെയുള്ള രാജ്യങ്ങളിൽ എൻലൈറ്റൻമെന്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ എന്നുള്ളത് പരമപ്രധാനമായിട്ടൊരു പ്രവൃത്തിയാണ്. ഇതാണ് യുക്തിവാദികളുടെ നിലപാട്. കേരളത്തിൽ 1925 മുതൽ 2025 വരെയും ആധുനിക ലോകബോധത്തിൻ്റെയും ആധുനിക ധാർമ്മികതയുടെയും വെളിച്ചത്തിൽ മതധാരണകളെയും മതശാസ്ത്രങ്ങളെയും നിശിതമായി വിമർശിക്കുക എന്ന് തന്നെയായിരുന്നു യുക്തിവാദി പ്രവർത്തനത്തിൽ ഒരു പ്രധാന ഭാഗം. പൂലെ പറഞ്ഞതുപോലെയുള്ള പച്ച പരിഹാസമൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് 1970-കളിൽ MBKയുടെ പ്രസംഗത്തിൽ കേട്ട ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്കിൻസിന്റെ മീം എന്നുള്ള മെറ്റഫർ വന്ന ശേഷമല്ല കേരളത്തിൽ യുക്തിവാദികൾ മതവിമർശനം തുടങ്ങിയത്. ഇതേ മതവിമർശനം അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്കിൻസ് എന്നൊരാൾ ജനിക്കുന്നതിന് മുമ്പേ പലവട്ടം പറഞ്ഞിട്ടാണ്, ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ യുക്തിവാദികൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുറാനിലെ അല്ലെങ്കിൽ ബൈബിളിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഇന്ന വാക്യങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ ഉൾക്കൊള്ളുന്ന ആധുനിക ധാർമ്മികതക്ക് അല്ലെങ്കിൽ ജ്ഞാനോദയാനന്തര ധാർമ്മികതക്ക് വിരുദ്ധമാണ്. ഇന്ന വാക്യങ്ങൾ സ്ത്രീവിരുദ്ധമാണ്, ഇന്ന വാക്യങ്ങൾ മനുഷ്യാവകാശ വിരുദ്ധമാണ്, ഇന്ന വാക്യങ്ങൾ റേസിസ്റ്റ് ആണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്നൊക്കെ സമൂഹത്തോട് പറയുക എന്നത് യുക്തിവാദികളുടെ തൊഴിലാണ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനാണ്. അന്ന് ഡോക്കിൻസ് ജനിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ യുക്തിവാദികളുടെ മുൻ തലമുറകൾ ചെയ്ത അതേ കാര്യമാണ് ഇന്നത്തെ തലമുറ യുക്തിവാദികളും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്നും അതന്നെ ചെയ്യേണ്ടി വരുന്നത്? ഇന്നും അതേ സാഹചര്യങ്ങൾ ഏറെയും കുറഞ്ഞും നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതേ പണി തുടരേണ്ടി വരുന്നത്. അല്ല, ഈ മതപ്രമാണങ്ങൾക്കൊന്നും സമൂഹത്തിൽ യാതൊരു സ്വാധീനമില്ലായിരുന്നെങ്കിൽ, ആൾക്കാർ ഇതൊക്കെ വെറും യൂറോപ്പിലെ മാതിരി ജ്ഞാനോദയം കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ
ആളുകൾ ഇതൊക്കെ ഒരു തരം ബോബനും മോളിയും കഥയായിട്ട് മാത്രം കാണുന്ന ഒരു സമൂഹമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഓരോന്നും എടുത്തു വെച്ചിട്ട് ഇത് ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല, ഇത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് ബോബനും മോളിയാണെന്ന് തള്ളിക്കളയാൻ പറ്റും. അതപ്പോൾ ഇത് ഈ പുരാതനമായിട്ടുള്ള ഈജിപ്ഷ്യൻ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീക്ക് മതത്തിൻ്റെയോ വിശ്വാസങ്ങൾ എന്നെടുത്തിട്ട് ഇതുപോലെ വിമർശിക്കുക എന്നത് ഒരു യുക്തിവാദിയും ചെയ്യുന്നില്ല. ഇന്നല്ല 18-ാം നൂറ്റാണ്ടിൽ പോലും ചെയ്തിട്ടില്ല. 18-ാം നൂറ്റാണ്ടിലെ യുക്തിവാദികൾ പോലും ആ പണി ചെയ്തിട്ടില്ല. ഇത് ഗ്രീക്ക് മതം വിമർശിക്കുക അല്ലെങ്കിൽ പഴയകാലത്തെ സംഗതി ഈജിപ്ഷ്യൻ മതം വിമർശിക്കുക എന്നുള്ളത്. അവരുടെ കാലത്ത് സജീവമായ വിശ്വാസ പ്രസ്ഥാനങ്ങളെയും വിശ്വാസ വ്യവസ്ഥകളെയുമാണ് അവർ അന്ന് വിമർശിച്ചത്. ഡോക്കിൻസ് കൊണ്ടുവന്നിട്ടുള്ള ടൂളല്ല. 18-ാം നൂറ്റാണ്ടിൽ വോൾട്ടയർ, ഡിഡ്രോ തുടങ്ങിയിട്ടുള്ള ജ്ഞാനോദയകാല ചിന്തകർ കൊണ്ടുവന്ന ടൂളാണ്. ഡോക്കിൻസ് ഭൂമിയിൽ ജയിക്കുന്നതിന് മുമ്പ് പൂലെയും പെരിയാറും ഉപയോഗിച്ച അതേ ടൂള് ഇന്നിപ്പോൾ ജബ്ബാർ മാഷ് ഉപയോഗിക്കുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താ? ഡോക്കിൻസ് കൊണ്ടുവന്ന ടൂൾ എന്നുള്ള. ഖുർആൻ ക്ലാസ്സിൽ സൂറത്തു നിസായിലെ 30 വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നിസാ എന്ന വാക്കിന് സ്ത്രീ എന്നാണ് അർത്ഥം. സ്ത്രീകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്ന നിലക്കാണ് ഈ അധ്യായത്തിന് സ്ത്രീ നിസാ എന്ന് പേര് നൽകിയിട്ടുള്ളത്. സ്ത്രീകളെക്കുറിച്ച് ഈ നൂറ്റാണ്ടിൽ പരിഷ്കൃത മനുഷ്യൻ്റെ മുമ്പിൽ പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇത്രയും സ്ത്രീവിരുദ്ധമായ ആശയങ്ങൾ ഒരു സമൂഹത്തിലേക്ക് യാതൊരു ലജ്ജയുമില്ലാതെ വിസർജിക്കുന്ന മറ്റൊരു ഗ്രന്ഥമോ മറ്റൊരു ആശയമോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. മനുസ്മൃതിയെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് ഇതിനകത്ത് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുള്ളത്. അതിൽ ചില വാക്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് സ്വത്തുക്കൾ അന്യായമായി തിന്നരുത്, ആത്മഹത്യ ചെയ്യരുത്, അന്യോന്യം കൊല ചെയ്യരുത് തുടങ്ങിയിട്ടുള്ള ചില ഉപദേശങ്ങളാണ് അവസാനം നമ്മൾ ചർച്ച ചെയ്ത വാക്യത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഇനിയും സ്ത്രീവിരുദ്ധത ഛർദ്ദിക്കുന്ന ഏതാനും വാക്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. 31-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളത് ഏതെങ്കിലും ഒന്ന് ജബ്ബാർ മാഷിൻ്റെ ഏതൊരു ഖുർആൻ ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഖുർആൻ UHRന് തിരുത്തിക്കുന്നതല്ല, ഖുർആൻ ഇന്ന സ്ത്രീവിരുദ്ധമാണ്, ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വിവരണം പറഞ്ഞല്ലോ, അത് തന്നെയാണ് ജബ്ബാർ മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. തന്നെ എക്സാക്ട്ലി ജബ്ബാർ മാഷ് എന്താണോ ചെയ്യുന്നത് അതാണ് അവിടെ വിവരിച്ചത്. അത് അത് ഞങ്ങൾക്ക് ചേർക്കാൻ നേരില്ല, കേൾപ്പിക്കുന്നില്ല. ഇവിടെ ഇതിനെ ഡോക്കിൻസ് കൊണ്ടുവന്ന ടൂൾ അങ്ങനെ പറഞ്ഞു കൊടുത്താണ് പ്രശ്നം. ഇത് ഞങ്ങളുടെ ടൂളാണ്, യുക്തിവാദിയുടെ ടൂളാണ്, ഞങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കാലാകാലമേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഡോക്കിൻസിൻ്റെ ടൂളല്ല. ഇത് ഒരു വളരെ പ്രതിഷേധാർഹമായ ചരിത്രവിരുദ്ധമായ ഒരു ഇൻസിനുവേഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ജബ്ബാർ മാഷിൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരിങ്ങനെ 4 വർണ്ണങ്ങളായി തിരിച്ച് ദൈവമാണെന്നോ അല്ലെങ്കിൽ സ്ത്രീകളും ശൂദ്രന്മാരും പാപജന്മങ്ങളാണെന്നോ ഇങ്ങനെയുള്ള ഈ ധാർമ്മിക ധാരണകളൊക്കെ തെറ്റാണ്. അതൊക്കെ വലിച്ചെറിയണം. ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ദൈവങ്ങളെയും പ്രവാചകന്മാരെയും വിശുദ്ധ ഗ്രന്ഥങ്ങളെയും വലിച്ചെറിയണം. Recognition of the inherent dignity and the equal and inalienable rights of all members of the human family is a foundation of freedom, justice and peace in the world. UHR ആണ്. ഈ പുതിയ ധാരണ സ്വീകരിക്കണം എന്ന് പറയുന്നത് യുക്തിവാദികളുടെ ജോലിയാണ്. എൻലൈറ്റൻമെന്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ, 18-ാം നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ജോലിയാണ്. ഇന്നും ആ പണി അത്യാവശ്യമായി തീരുന്ന നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ അത് തുടർന്നേ മതിയാവൂ. അതിപ്പോൾ പ്രതീക്ഷല്ല, ആര് തന്നെ വന്ന് പരിഹസിച്ചാലും അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നിടത്തോളം ഞങ്ങൾ ആ പണി തുടരുക തന്നെ ചെയ്യും. ഇനി കുറച്ചുകൂടി പറയാനുണ്ട്, കുറച്ചും കൂടി സമയം പറയാനുണ്ട്. ഒരു 15 മിനിറ്റോളം വേണ്ടി വരും. നമുക്ക് തൽക്കാലം നിർത്തിവെക്കാം. സമയം തീർന്നു എന്നാണ് പറയുന്നത്. താങ്ക് യു.